Good afternoon, all of you. Hope time to start. Actually, we are supposed to start the program at 3:30. We know that it is little bit late, but as in a Tamil movie, Letta Vandalu, latest hour. So let us start. To start with, let me invite the dignitaries on the dais. I invite D.K. Mahmood, the officials of Lions, D.K. Mahmood and B.R.K. Mustafa, M.M. Naushad, past President Sharif Kapil, and the Honorable President of Lions Club of Chandragiri, C.L. Rashid, who is going to preside the function. Over to the stage, please. Welcome the gathering. Now, let me welcome the chairman of the day, my beloved friend and an active social worker of Kasaragod, NMCC Chairman A.K. Shyam Prasad. Please come on to the dais. Okay. Let me invite the person behind BNI. BNI is a co-partner of the program. Kiran Sharma, are you here? Sir, you are welcome to the dais. Now the man of the day, the most awaited faculty of the day, the person hailed from Thrissur, Mr. Nikhil Gopalakrishnan. Sir, you are welcome to the dais. Over to the chairman for the further proceedings. Welcome ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രഗിരി ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് C.L. റഷീദിനെ ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഈ പരിപാടിയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ വളരെ പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ, ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള നമുക്കൊക്കെ അറിയാവുന്ന ശ്രീ നിഖിൽ ഗോപാലകൃഷ്ണൻ സാറാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ മുഖ്യാതിഥി. ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ ടോപ്പിക് മണി ആൻഡ് പീസ്ഫുൾ ലൈഫ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ ആകസ്മികമായി കാണുകയും ഞങ്ങളിങ്ങനെ ഒരു പ്രപ്പോസൽ ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരിക്ക് നിങ്ങളുടെ ഒരു ക്ലാസ് കിട്ടിയാൽ നന്നായിരുന്നെന്ന് ഇങ്ങനെ ഫോർമലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. വളരെ ഔചാരികമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഞാൻ കൂടുതൽ പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വെൽക്കം സ്പീച്ചാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻറ്റും ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ സജീവ പ്രവർത്തകനും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ കാസർഗോഡിൻ്റെ A.K. ശ്യാം പ്രസാദാണ് ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട നിഖിൽ ഗോപാലകൃഷ്ണൻ സാറിനെ വളരെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന BNIയുടെ വൈസ് പ്രസിഡൻറ്റ് കിരൺ ശർമ്മ അവരുടെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മുഖ്യാതിഥിയെയും ഇന്നത്തെ മെൻറ്റർ നിഖിൽ സാറിനെ ഇവിടെ ഈ വേദിക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി വളരെ ആകസ്മികമായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അന്തർദേശീയ തലത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ട ട്രെയിനറും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ GLT കോർഡിനേറ്റർ ലയൺസ് ക്ലബിൻ്റെ കാസർഗോഡിൻ്റെ ഭാവിയിൽ ഒരു ഗവർണർ ഉണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് നമ്മുടെ വേണുഗോപാൽ സാറായിരിക്കും. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരിയുടെ സെക്രട്ടറി B.R.K. സ്ഥാപനങ്ങളുടെ ചെയർമാൻ B.R.K. മുസ്തഫ, അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മെഹമ്മൂദ് ഇബ്രാഹിം, ഷെരീഫ് കാപ്പിൽ, ഫാറൂഖ് ആസ്മി, നൗഷാദ് M.M,
അതുപോലെ തന്നെ ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരിയുടെ മറ്റ് പ്രവർത്തകരായ ആസിഫ്, സുനൈഫ്, സമീർ അഹമ്മദ് അടക്കമുള്ള ഈ പരിപാടിയെ സംബന്ധിച്ച ഓരോരുത്തരെയും വളരെ ഹൃദ്യമായി, വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങൾക്കിടെ പ്രസംഗവും കാര്യങ്ങളൊന്നുമല്ല ഇത്. കാരണം വളരെ നല്ലൊരു ക്ലാസ്സിന് വേണ്ടിയാണ് എല്ലാവരും ആകാംക്ഷയായി കാതോർത്തിരിക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ എ കെ ശ്യാംപ്രസാദിനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ആദരണീയനായ വിശിഷ്ടാതിഥി നിഖിൽ ഗോപാലകൃഷ്ണൻ സർ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ലയൺസ് ക്ലബ് ചന്ദ്രഗിരിയുടെ പ്രസിഡന്റ് റഷീദ്, പ്രിയ സുഹൃത്ത് റഷീദ്, ലയൺസ് നേതാവ് പ്രിയ സുഹൃത്ത് വേണുഗോപാൽജി, അതുപോലെ തന്നെ BNIയുടെ നിഖിൽ ശർമ്മ, BRQ മുസ്തഫ ലയൺസ് സെക്രട്ടറി, വേദിയിലിരിക്കുന്ന മെഹമൂദ്, അതുപോലെ തന്നെ MM നൗഷാദ്, രാമേന്ദ്രൻ സാർ, റോട്ടറിയുടെ രാമേന്ദ്രൻ സാർ, അതുപോലെ തന്നെ ആഷിഫ്, വിനോദേട്ടൻ, എല്ലാവർക്കും ഒക്കെയുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ അധ്യക്ഷൻ എന്ന രീതിയിലുള്ള ഒരു നന്ദി അറിയിക്കുകയാണ് ഈ ഒരു പരിപാടിയിലൂടെ എത്തിച്ചേർന്നതിന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ആരോഗ്യവും പണവും. ഈ രണ്ടും ഉണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകുന്ന പറയാം. പണത്തിനുണ്ടായിരുന്ന കാര്യമില്ല, ആരോഗ്യം വേണം. പണവും ആരോഗ്യവും രണ്ടും വരുമ്പോൾ നമുക്ക് മനസ്സമാധാനം തീർത്തും വരും. അപ്പോൾ ഗോപാലകൃഷ്ണൻ സാറ് നമുക്ക് അതിലേക്കുള്ള മന്ത്രം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഞാനൊക്കെ വന്നത്. മനസ്സമാധാനം എന്നൊന്നും സംഭവമേ ഇല്ല, അതുതന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും വരുന്ന 1 മണിക്കൂർ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കെവർക്കും നൽകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു തന്നെ ആയാലും ഈ സെഷൻ ആണ് പ്രാധാന്യം, ഞങ്ങളുടെ വാക്കുകൾക്കല്ല. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ആരാണ്, ഗോപാലകൃഷ്ണ സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രഡക്ഷൻ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെയൊക്കെ പഴയകാല നേതാവ്, JCCയിലൊക്കെ ഞങ്ങളുടെ നേതാവായിരുന്ന വേണുഗോപാൽജി, ലയൺസിൻ്റെ ഇൻകമ്മിങ് ആയിട്ടുള്ള നേതാവ്, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും ആശങ്കയുണ്ട്, സന്തോഷമുണ്ട്, ബേജാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചത്, എൻ്റെ നാട്ടിൽ പണക്കാരൊന്നും വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ പണവും വിദ്യാഭ്യാസവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ പണക്കാരനാവുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആവണം. ലോകത്തിൽ ഇന്നേ വരെ ജീവിച്ചിരുന്ന ഏറ്റവും ബുദ്ധിമാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് പറയുന്നത്. അദ്ദേഹം പണക്കാരനായിരുന്നില്ല. ഇപ്പം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ദൈവമേ ഈ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും പണമില്ലല്ലോ എന്ന്. അപ്പം എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്, അത് സമാധാനത്തോടു കൂടി എങ്ങനെ ചെലവഴിക്കുമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷ നിങ്ങളെല്ലാവരുടെ മുഖത്ത് കാണാം. അത് കേൾക്കാനാണ് ഞാനും വന്നത്. ഞാനും അത്യാവശ്യം എവിടെയെങ്കിലും പോയി ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിത്വം ഇവിടെ എത്തിച്ചേരുമ്പോൾ അത് കാണണം, അദ്ദേഹത്തിനെ കേൾക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വന്നത്. ഏതായാലും വരുന്ന 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാവില്ല എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പ്രതീക്ഷകളാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് VIPs, ബിസിനസ്സുകാരെയൊക്കെ എനിക്ക് കാണാം. രാമേന്ദ്രൻ മാഷ പോലുള്ള വളരെ പരിണതപ്രജ്ഞരായ നേതാക്കൾ, അധ്യാപകർ ഒക്കെ ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ഇതിൻ്റെ ബേസ് ഇതാണ്. നമ്മളോട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേരിക്കുന്ന ആളെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹം പെൻഡാഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതുപോലെ മണി ടോക്സ് വിത്ത് നിഖിൽ, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 10 ലക്ഷം ആളുകളോടൊപ്പം നമ്മളും ഇന്ന് ചേരുകയാണ്. പണത്തെ എങ്ങനെ സ്വീകരിക്കാം, പണത്തെ എങ്ങനെ ചെലവഴിക്കാം എന്ന ടോക്കിന് വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹത്തെ പിന്തുടരുന്നു എന്നതാണ്. മൾട്ടിനാഷണൽ കമ്പനിയായ തോംസൺ ആൻഡ് റോയിറ്റേഴ്സിൻ്റെ 10 വർഷമായി അദ്ദേഹം അതിൽ പ്രവർത്തിക്കുകയാണ്. കമ്മോഡിറ്റി ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്ന ടോക്ക്, അതുപോലെ ഡാറ്റ സപ്ലൈ എന്നത് ഇദ്ദേഹമാണ്. 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, 20 വർഷത്തിൻ്റെ അനുഭവ സമ്പത്തുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നത്. തൃശ്ശൂർകാരനാണ്. ബേസിക്കലി അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭാര്യ സിതാര, മകൾ നക്ഷത്ര, അതുപോലെ ഒരു മകനുണ്ട്, ധ്രുവ് എന്ന പേരിൽ ഒരു മകനുണ്ട്. അച്ഛൻ്റെ പേര് KK ഗോപാലകൃഷ്ണൻ എന്നാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ അദ്ദേഹം, ഞാനൊരു ലയൻ്റെ ഭാരവാഹി എന്ന നിലയിൽ, ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരാളെന്ന നിലയിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലയനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ സജീവ ലയൺ പ്രവർത്തകനായിരുന്നു. കുടുംബത്തെ ചെറുപ്പത്തിലെ ലയൺസിൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് പരിചയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുടുംബാംഗമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഭാര്യ പറഞ്ഞു, അമ്മയുടെ പേര് ശശികല എന്നാണ്. അവരൊക്കെ ബിസിനസ് രംഗത്താണ് അവർ പ്രവർത്തിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് നോക്കിയാൽ തന്നെ ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വല്ലാണ്ട് പിടിച്ചിങ്ങനെ
ഇരുത്തിക്കളയും. അദ്ദേഹത്തിൻ്റെ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ് അദ്ദേഹം. നമ്മൾ മുഖത്ത് നോക്കി ഇരുന്ന് പോകും. അപ്പോൾ എനിക്ക് ഉറപ്പാണ് വരുന്ന ഒരു മണിക്കൂർ നമ്മളെല്ലാവരെയും അത് പോക്കറ്റിലാക്കിയിട്ട് പോവുള്ളൂ. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിത്വത്തിനും വേണ്ടി, കാസർഗോഡിന് വേണ്ടി, തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നിഖിൽ ഗോപാലകൃഷ്ണൻ സാറിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വന്നതിന്. ആൻഡ് ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ചാൾ മുന്നേ കാസർഗോഡ് ഒരു കല്യാണത്തിന് വന്നിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കുറേ പേരെ ഭാരവാഹികൾ കുറേ പേരെ കണ്ടിരുന്നു. പിന്നെ ഓക്കെ മാമുച്ച എവിടെ ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇവരും സാജിദും പെൻഡാറിൻ്റെ ഫൗണ്ടർ സാജിദും വലിയ കൂട്ടുകാരാണ്. അപ്പോൾ ഇവരൊത്തിരി ചാരിറ്റി പ്രവർത്തനത്തിനൊക്കെ സാജിദും എല്ലാം പറയുമ്പോൾ മാമുച്ചനെ വിളിക്കണതും ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായിട്ട് എനിക്കെപ്പോഴും ഞങ്ങൾ ഫേസ് കൊണ്ട് കാണുന്നത് ഞാനിതിന് മുന്നേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ കല്യാണത്തിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം സാധ്യതയോട് പറഞ്ഞ ആൾക്ക് കുറച്ചും കൂടി ആൾക്കാർക്കൊക്കെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നൊക്കെ വലിയ താല്പര്യമുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ മണി ടോക്സ് തുടങ്ങുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പൈസനെ പറ്റിയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ കാര്യം എനിക്ക് മണീനെ പറ്റി അറിയാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഐ ഓൾവേസ് ട്രൈ ടു ലേൺ മൈ സെൽഫ് ആൻഡ് ഡു ദാറ്റ്. ആൻഡ് എനിക്ക് ഏറ്റവും ഗുണമുണ്ടായിട്ടുള്ള മണി ടോക്സ് തുടങ്ങിയ പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറയും, എന്നിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഞാനത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ പേരിൽ എൻ്റെ അടുത്തും കുറച്ച് കാശൊക്കെ കൂടി. കാരണം ഈ പറയണത് എനിക്ക് ഉറപ്പാക്കണമല്ലോ ഞാൻ ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയോടി ഒത്തിരി എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നല്ല ബിസിനസ്സൊക്കെ ഉള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജനിച്ച പിന്നെ അച്ഛന് കുറേ കടമായി. അപ്പോൾ ജാതകപ്രകാരം ഞാൻ ജനിച്ച കുടുംബം മുടിയുന്നായിരുന്നു. അത് കഴിഞ്ഞ് ജാതകത്തിൽ ഭാഗ്യത്തിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ വളരുന്നതോടൊപ്പം നിങ്ങളുടെ കടവും മാറും, നിങ്ങൾക്ക് ആശയമുണ്ടാകും എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇവൻ എങ്ങനെയെങ്കിലും വളരണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവരിങ്ങനെ വളർത്തി എൻ്റെ അച്ഛൻ്റെ കടവും മാറി, കുടുംബം രക്ഷപ്പെട്ട്. അപ്പോൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഈ കുടുംബത്തിൽ കടമുള്ളതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടെന്താണെന്നുള്ളത്. അപ്പോൾ സാധാരണ കേസിൽ കേരളത്തിൽ കടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും വലിയ സെറ്റപ്പ് എല്ലാം ചെയ്യണം, എന്തെങ്കിലും വലിയ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നിട്ടാൽ ഡബിളാവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വെച്ചാൽ കാശ് പെട്ടെന്നുണ്ടാവണമെങ്കിൽ സിനിമയിലെ കാണില്ലേ, ഇപ്പോൾ പടയപ്പ സിനിമ കണ്ടല്ലേ, അതിൽ രജനീകാന്തിന് ഒരു പ്രശ്നം വരും, അത് കഴിഞ്ഞൊരു പാട്ട് കഴിയും. ആ പാട്ട് കഴിയുമ്പോൾ തന്നെ രജനീകാന്ത് പണക്കാരനാവും അല്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ ഉള്ളൊരു പ്രത്യേകതയാണ്, ഒരു പാട്ട്, ആ പാട്ട് ഏതാണെന്നുള്ള ആ പാട്ടിൻ്റെ മ്യൂസിക് പറഞ്ഞു, ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പണക്കാരനാണോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് സാധാരണ കേസിൽ നമ്മുടെ മലയാളികൾ ഈ സ്കാമുകളെല്ലാവരും ചെന്ന് പെടുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുഭവം തന്നെ കാണണമെന്നുണ്ടെങ്കിൽ, ഞാൻ ജനിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു MBA കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഞാൻ റോയിറ്റേഴ്സിൽ കയറി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ കടം മാറിയിട്ടുള്ളൂ. ഇറ്റ് ടുക്ക് അബൌട്ട് 20 years. അപ്പോൾ 20 years പുള്ളി നന്നായിട്ട് പണിയെടുത്തതിൻ്റെ പേരില്ല ഈ സാധനം മാറിയത്. അപ്പോൾ എനിക്കറിയാം ഈ സാധനം കാശ് ഉണ്ടാക്കാനായിട്ട് ഇറ്റ്സ് ടേക്ക് ലോട്ട് ഓഫ് ടൈം. ഇതിന് നമ്മൾ പണിയെടുത്തേ പറ്റൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒത്തിരി പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ ടോക്കൊക്കെ ആയിട്ട് കുറേ പേരെ കടമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാരണം കുറേ ബാങ്കിൻ്റെ ലോണ് ക്യാൻസലായിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഈ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ടോക്ക് കേൾക്കുമ്പോൾ ആൾക്കാർ കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ യൂസഫ് അലി ആവാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉറപ്പ് തന്നെ പറയാം, ഈ ടോക്ക് കേട്ടിട്ട് ഒരാൾ യൂസഫ് അലി ആവാൻ പോകണ്ട. ഓക്കെ, പക്ഷേ ഇത് ഞാൻ ഈ പറയണത് നിങ്ങളൊന്ന് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ എൻഷുർ ചെയ്യണം അല്ലേ. നമുക്ക് ബേസിക്കലി എന്താ വേണ്ടത്, നമുക്ക് നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നടക്കുമോ നമുക്കറിയണം, അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളുടെ കല്യാണം ആവുമെന്ന് അറിയണം, അല്ലെങ്കിൽ നമ്മുടെ വീട് വെക്കാൻ പറ്റുമെന്ന് അറിയണം, കാറ് വാങ്ങാൻ പറ്റുമെന്ന് അറിയണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് എങ്ങാനും 100 വയസ്സ് വരെയും ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിന്നാനും കുടിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയണം. ഇത്രയുള്ള കാശ് എത്രയെന്ന് നിങ്ങൾക്കറിയോ? ഇതറിഞ്ഞു കഴിഞ്ഞാൽ, അത്രയും കാശ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നു ശരിക്കും പറഞ്ഞാൽ അല്ലേ. ഈ നമ്പർ അറിയാത്തതിൻ്റെ പേരല്ലേ എല്ലാവർക്കും ഉള്ള പ്രശ്നം. ഇപ്പോൾ പലപ്പോഴും ഈ നമ്പർ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചിലപ്പോൾ ചില ആൾക്ക് 50 കോടിയായിരിക്കും, അത്രയും വേണ്ടവരില്ല. ചില ആൾക്ക് 10 കോടിയായിരിക്കും, ചില ആൾക്ക് ഒരു 15 കോടിയായിരിക്കും. അത്രയും രൂപ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫിഗർ എത്തി.
പക്ഷേ ആ ഫിഗർ എത്തിയിട്ട് ചില ആൾക്കാർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഒരാൾക്ക് 10 കോടി എത്തിയിട്ട് ചിലപ്പോൾ ഒരു 100 കോടി എത്തുന്നുണ്ട്. ഈ 10 കോടി എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതും 100 കോടി ഉണ്ടെങ്കിലും തമ്മിൽ അത്ര വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ആ 100 കോടി ഇപ്പോൾ ഒരു ഹാപ്പിനെസ്സിന് വേണമെന്നുണ്ടെങ്കിൽ 100 കോടി കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു പിന്നെ അവിടെ നിന്ന് ഒരു ഡബിൾ ആക്കിക്കോ, ട്രിപ്പിൾ ആക്കിക്കോ, സന്തോഷത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഞാനത് കാരണം ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെ എല്ലാവരെയും കാണുന്നില്ല. ഞാൻ 5000 രൂപ എടുക്കാൻ പറ്റാത്ത കസ്റ്റമറേയും കാണാറുണ്ട്, 100 കോടിയുള്ള ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എങ്ങനെ പീസ്ഫുള്ളായിട്ട് പൈസ മാനേജ് ചെയ്യാന്നുള്ള കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, എനിക്കൊന്ന് ഓഡിയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? പിന്നെ കുറച്ച് പേരുണ്ട്. എന്താ ബാക്കി ആരും എന്നെ കണ്ടിട്ടില്ല ഇതിന് മുന്നേ? ആരെങ്കിലും എന്നെ അറിയണവരുണ്ട് ഇതിന് മുന്നേ? അപ്പോൾ എനിക്ക് തോന്നുന്നു കാസർഗോഡ് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആരെയും കാശിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത്. കാരണം ബിക്കോസ് യു ആർ നോട്ട് സെർച്ചിങ് എന്താ പറയുക മണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണമെങ്കിൽ എന്നെ കണ്ടേനെ. അപ്പോൾ ഈ സാധാരണ കേസിൽ നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയണ ആരാന്നറിയോ? ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അറിയണ ആരാന്നറിയോ? നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അറിയണ ആരാന്നറിയോ? ആരെന്ന്? ഭാര്യയ്ക്കല്ല, ഉറപ്പ്. ഭാര്യയ്ക്കെന്ന് പറഞ്ഞാൽ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിന് അറിയണത്, അല്ലെങ്കിൽ യൂട്യൂബിന് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഏതാ സാധനം സെർച്ച് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ യൂട്യൂബ് തരത്തുള്ളൂ. തുറന്നു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല സാധനങ്ങൾ. അതിനർത്ഥം നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയണം യൂട്യൂബിനാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒരൊറ്റ അറിവുള്ളൂ, നിങ്ങൾ പൈസനെ പറ്റി നിങ്ങൾ സെർച്ച് ചെയ്യണം എന്നുള്ളതാണ്. മണി, ഹോം ലോൺ, മ്യൂച്വൽ ഫണ്ട്, SIP എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കേരളത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേര് വരും. ഞാൻ വലിയ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ഷുഡ് ലവ് ദാറ്റ് മണി. അങ്ങനെയാണെങ്കിൽ ഈ സാധനം വരത്തുള്ളൂ. നമ്മൾ ചില സിനിമയിലൊക്കെ ഒരു സാധനമുണ്ട്, നമുക്ക് എത്ര പേർക്ക് പണക്കാരെ ഇഷ്ടമാണ്? പണക്കാരെ കാണുമ്പോൾ നമുക്കുള്ള ആക്ച്വൽ ഫീലിംഗ് എന്താ? അസൂയാണോ അതോ ആദരവാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആദരവ് നമ്മൾ പറയും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ? ഈ അസൂയ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം. എന്താണെന്നറിയാം, അസൂയ ഉണ്ടെങ്കിൽ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പണക്കാരനാകാൻ പറ്റില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണ്, നിങ്ങളോട് ആരെങ്കിലും അസൂയ വരണത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പണക്കാരനാവും. കാരണം വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമല്ലേ ഞാനെങ്ങാൻ പണക്കാരനായ മറ്റുള്ളവർക്ക് എന്നോട് അസൂയ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാലോ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ട്രെയിനറിനൊക്കെ പറയാൻ പറ്റും, ഇൻ്റർനാഷണൽ ട്രെയിനർ. സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് തോന്നിപ്പോവും നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഇഷ്ടപ്പെടാണ്ടാവും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയേണ്ടത് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ട് മണിനെ കാണാമെന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ ഞാനിന്ന് പറയാൻ പറ്റില്ല 5-6 പോയിന്റ് ഞാൻ പറയും. അപ്പോൾ ഇത് ഒന്ന് പറ്റുമെങ്കിലും ഒന്ന് നോട്ട് ചെയ്തെടുക്കുക ഇതിലൊക്കെ. പിന്നെ അടുത്ത കാര്യം, എത്ര ബിസിനസ്സുകാരൻ്റെ ഇവിടെ? എല്ലാവരും ബിസിനസ്സുകാരനാണ്. എത്ര പേര് ഇൻകം കിട്ടുന്ന ആൾക്കാരുണ്ട്? സോറി, സാലറി ഇടുന്ന ആൾക്കാർ എത്ര ഉണ്ട്? ജോലിക്കാർ എത്ര ഉണ്ട്? ജോലിക്കാർ സാലറി എടുക്കുന്നവർ. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് സാലറി എടുക്കുന്നവർ എത്ര പേരുണ്ട്? ബിസിനസ്സുകാരാണ്, പക്ഷേ ബിസിനസ് സാലറി എടുക്കുന്നുണ്ട്. ഫിക്സഡ് പേ ഉണ്ടാ. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻകം കറക്റ്റാണ് അല്ലേ? ഇൻകം നിങ്ങൾക്ക് അറിയോ മാസം എത്ര കിട്ടുന്നുള്ളത്? അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഹാവ് എൻ ഇൻകം. ഞാനിപ്പോൾ ഇന്ന് പറയുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്നോട് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പൈസ, മേക്കിംഗ് മണി ഈസ് യുവർ ജോബ്, മാനേജിങ് മണി ഈസ് മൈ ജോബ്. മനസ്സിലായോ? ഇപ്പോൾ ചില ആൾക്കാർ കടമുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് വന്നൊരു പൈസയുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യണം? ഞാൻ പൈസ തരാമെന്നാണ്. അതെനിക്ക് തരാൻ പറ്റില്ല. പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റീവായിട്ട് സാധനം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ യാതൊരു വിധത്തിലും തമാശയ്ക്ക് പൈസ വരത്തില്ല. ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ശമ്പളം കൂട്ടിത്തരുള്ളൂ. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ജോലി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കണമെങ്കിൽ, ജോലി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഓഫീസിൽ പ്രൊമോഷൻ കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് കിട്ടുമോ? ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ? അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് പണിയെടുക്കണം, അതിൻ്റെ അർത്ഥം. മിസ്സോൾ ഇപ്പോൾ പലപ്പോഴും അതേമാതിരി ബിസിനസ്സുകാരുടെ കേസ്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കൂടെയുള്ള എംപ്ലോയീസിന് റിട്ടയർമെൻറ്റ് വരെയും പണിയെടുക്കാനായിട്ട് നിങ്ങൾ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങളുടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക്, ബിസിനസ്സുകാർക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല കൂടെ ജോലി എടുക്കണതിൽ അവർ നിങ്ങളുടെ ഒപ്പം റിട്ടയർമെൻറ്റ് വരെ നിൽക്കുന്നു? നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിരിക്കണ്ട. ഇല്ലെങ്കിൽ എന്താ കാരണം? വെരി ഗുഡ്. അപ്പോൾ അവർക്ക് ആ എൻവയോൺമെൻറ്റ് കൊടുക്കണമെങ്കിൽ അതിനടുത്ത് നിങ്ങൾ ഇൻകം ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇൻകം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ യു ഷുഡ് ഹാവ് എ ഗുഡ് ഇൻകം.
ആ ഗുഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ആ ഇൻകത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സന്തോഷം ഉണ്ടാവണം. ആ സന്തോഷം ഇല്ലെന്നുള്ള കുഴപ്പം വെച്ചാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ആ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാനിപ്പോൾ പല കോർപ്പറേറ്റിൽ ചെല്ലുന്ന ടൈമിൽ അവരോട് ഞാൻ പറയും, നിങ്ങളുടെ കിട്ടുന്ന ഇൻകത്തിൽ സാറ്റിസ്ഫൈഡ് ആവും. വേറെ ഇൻകം കൂടുതൽ ചോദിക്കണം, ദാറ്റ്സ് ഓക്കെ. അത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയിട്ട് ചോദിക്കും. അല്ലാതെ ഇപ്പോൾ പലപ്പോഴും കോളേജുകളിൽ ചെന്ന് ചോദിക്കുന്ന ടൈമിൽ പല ആൾക്കാർ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള പിള്ളേരുടെ ഞാൻ വർത്തമാനം പറയുന്ന ടൈമിൽ ഇവരോട് ചോദിക്കും നിങ്ങളുടെ സാലറിയിൽ ഹാപ്പിയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 200-300 പിള്ളേരുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് ആ ഓഫർ ലെറ്റർ ഉള്ള പിള്ളേർക്ക് അവിടുത്തെ പള്ളിയിലച്ഛൻ പറഞ്ഞ് എന്നോട് ക്ലാസ് എടുക്കുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എത്ര പേർക്ക് നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ ഹാപ്പിയാണെന്ന് വെച്ചപ്പോൾ 1-2 പേരെ കൈവന്നിച്ചുള്ളൂ, ബാക്കി ആരും പ്ലേസ്മെൻറ്റിൽ ഹാപ്പിയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഹാപ്പിയല്ലെന്ന് വെച്ചാൽ പറഞ്ഞ് എനിക്ക് ആകെ 15,000 രൂപ ശമ്പളം കിട്ടിയുള്ളൂ, എനിക്ക് ആകെ 20,000 രൂപ ശമ്പളം കിട്ടിയുള്ളൂ, ആഗ്രഹം 30,000 രൂപയുടെ ശമ്പളം. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്തിനാ ഓഫർ ലെറ്റർ എടുത്തത്? അപ്പോൾ ഓഫർ ലെറ്റർ എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ കാര്യം വെച്ചാൽ അവർക്ക് വേറെ ഓഫറില്ല. അപ്പോൾ എൻ്റെ ചോദ്യത്തരേ ഉള്ളൂ, നിങ്ങൾക്ക് അവർക്ക് എന്നെ ഇത്ര ഉറപ്പാണോ അവർ ഇത്ര വേസ്റ്റ് ആണെന്നുള്ള ആ ഓഫർ ലെറ്റർ വാങ്ങാനായിട്ട്? കാരണം അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ ഓഫർ ലെറ്റർ എന്തിനു എടുത്തു? അപ്പോൾ ഇവൻ നമുക്കും ചില ടൈമിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ടൈമിൽ ആർ യു ഹാപ്പി വിത്ത് ദറ്റ് കൈൻഡ് ഓഫ് ഇൻകം യു ആർ ഗെറ്റിംഗ്? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മളും ബിസിനസ്സും ഒന്നാണെന്ന് തോന്നിപ്പോണ ഒരു സന്ദർഭമുണ്ട് ബിസിനസ്സുകാർക്ക്. പല ആൾക്കാർ ചില ബിസിനസ്സുകാരുടെ പേര് വെച്ചാൽ നമ്മളും ബിസിനസ് ഒന്നാണെന്നുള്ളത്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മളുടെ സാലറി കൂടുതൽ പൈസ എടുക്കുന്നുണ്ടോ ബിസിനസ്സിൽ നിന്ന്? പലപ്പോൾ ബിസിനസ്സുകാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കുള്ള സാലറി അക്കൗണ്ടും നിങ്ങൾക്കുള്ള ബിസിനസ് അക്കൗണ്ടും രണ്ടാണോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ടൈമിൽ നമ്മൾ വെച്ചാൽ വീട്ടിൽ വൈഫ് പറയും നമുക്ക് ഇപ്രാവശ്യം ടൂർ വേണമെന്നുള്ളത്, അപ്പോൾ കാശില്ല. ആ ടൈമിൽ നമ്മൾ ബിസിനസ്സിൽ നിന്ന് കാശ് എടുത്തിട്ട് ചെയ്യാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ വീട് വെക്കുന്ന ടൈമിൽ നമ്മൾ ബിസിനസ്സിൽ നിന്ന് കാശ് പിൻവലിച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ബിസിനസ് പൊട്ടിപ്പോകും. ഇപ്പോൾ ഈ നാട്ടിൽ ഏതൊക്കെ ബിസിനസ് പൊട്ടിയിട്ടുണ്ടെങ്കിലും ആകെ ഒറ്റ കാര്യമുള്ളൂ, പൈസ റോൾ ചെയ്തിട്ടുണ്ട്. പൈസ റോൾ ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പറഞ്ഞ ബിസിനസ് പൊട്ടുന്നത്. അല്ലെങ്കിൽ ബിസിനസ് പൊട്ടില്ല. കാരണം വരുന്ന വരുമാനത്തിനനുസരിച്ചുള്ള ഇത് മാത്രം പോകണമെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് പൊട്ടത്തില്ല. അപ്പോൾ ഇൻകം എൻഷുർ ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ആ ബിസിനസ്സിന് ഒരു ഇൻകം വന്നില്ലെങ്കിലും ബിസിനസ്സിന് വേറെ പുതിയ പേ ചെക്ക് കിട്ടിയില്ലെങ്കിലും ആ ബിസിനസ് റൺ ചെയ്യാനുള്ള റിസർവ് ഫണ്ട് ബിസിനസ്സിനുണ്ടോ? ഇത് ഡേ 1 ഒരു ബിസിനസ്സിന് ഉണ്ടാവില്ല. പക്ഷേ ആ ഡേ 1 ഇല്ലെങ്കിലും പതുക്കെ അത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. കാരണം ആ ബിസിനസ് യാതൊരു വിധത്തിലും പൊട്ടിപ്പോരുത്. നമുക്ക് ജോലിയാണെങ്കിൽ ജോലി ഒരു വിധത്തിലും നഷ്ടപ്പെടരുത്. അപ്പോൾ ഇൻകം എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഇൻകം ഇല്ലാത്തടത്തോളം ആയാലും വലിയ പ്രശ്നം. ഇനി ഒരു കൊറോണ പോലത്തെ സിറ്റുവേഷൻ വന്ന് കമ്പനിക്ക് ജോലിക്കാരെ കട്ട് ചെയ്യണം, ആ എംപ്ലോയിക്ക് ആ ജോലി പോകാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ എന്താണ് ഇതിൻ്റെ പോകാൻ വഴി? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി നമ്മൾ ബിസിനസ് റൺ ചെയ്യണം, ഈ ടൈമിൽ കൊറോണ പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു, നമ്മുടെ ബിസിനസ് പൊട്ടിപ്പോകും. നമ്മുടെ ബിസിനസ് പൊട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള റിസർവ് മണി നമ്മുടെ അടുത്തുണ്ടോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഫസ്റ്റ് ഫിക്സ് ചെയ്താലേ ബാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇൻകം ഇല്ലാത്തടത്തോളം കാലം ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതിൽ പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന സമയത്ത് 2 വിധത്തിലൊരു കുഴപ്പമുണ്ട്. നമുക്ക് ഫണ്ട് സ്വീകരിക്കാനായിട്ട് നമ്മൾ പല വിധത്തിലും കുറേ കാര്യങ്ങൾ ചെയ്യും. 2 വിധത്തിൽ നമുക്ക് ഫണ്ട് സ്വീകരിക്കാം അല്ലേ? എന്താണ്? ഒന്ന്, നമുക്ക് ആൾക്കാരെ നിന്ന് ഷെയർ വാങ്ങാം, എന്നിട്ട് അവരെ പാർട്ട്നേഴ്സ് ആക്കാം. 2, ആൾക്കാരെ നിന്ന് ലോൺ എടുക്കാം. ഇതിന് രണ്ടിനിടയിൽ നിൽക്കുന്ന ഒരു ടീമുണ്ട്. ഇവർ പറയും നിങ്ങൾക്ക് എൻ്റെ ബിസിനസ്സിൽ കൂടിക്കോ, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും, എല്ലാ മാസവും ഞാൻ ഇത്ര പൈസ തരാമെന്ന് പറയും. അപ്പോൾ സത്യത്തിൽ അത് ലാഭത്തിൽ നിന്നാണ് കൊടുക്കാമെന്നാണ് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോട് പറയണത്. പക്ഷേ നമ്മൾ ലാഭത്തിൽ നിന്നല്ല കൊടുക്കുന്നത്. ഏതെങ്കിലും ബിസിനസ്സിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇത്ര രൂപ ഇൻകം കിട്ടുന്നുള്ളത്? എന്നിട്ടും നമ്മളത് കൊടുക്കും. അത് നമ്മളെന്താ പറഞ്ഞിരിക്കണത്? നമ്മളെ തന്നെ ഫേക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം എന്താണ്? നമ്മൾ ആൾക്കാരിൽ നിന്ന് ഷെയർ വാങ്ങിക്കണം, പ്രോഫിറ്റ് കൊടുത്താൽ മതി, എല്ലാ മാസം ഇൻകം കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ ബിസിനസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ബിസിനസ് ഒരു കൊല്ലത്തേക്ക് ഒന്നും നടക്കുന്നില്ല, അപ്പോഴും നമുക്ക് ഇൻകം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തിരിക്കും? അപ്പോൾ ഇത് വലിയ ഡേഞ്ചറാണ്. ഇത് പല ബിസിനസ്സുകാർക്കും നമ്മുടെ കേരളത്തിൽ നോക്കേണ്ടതുണ്ടെങ്കിൽ പല ബിസിനസ്സും പൊട്ടിപ്പോണതിൻ്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇവർ ഞങ്ങളുടെ ബിസിനസ്സിന് ഷെയർ തരാൻ പറഞ്ഞിട്ട് വാങ്ങും. എന്നിട്ട് ഇവർ പറയുന്ന കാര്യം വെച്ചാൽ ലാഭവിഹിതം തരാമെന്ന് പറയും. എന്നിട്ട് എല്ലാ മാസവും പറഞ്ഞിട്ടുണ്ടോ ഫിക്സഡ് എമൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ 10 ലക്ഷത്തിന് അല്ലെങ്കിൽ വേണ്ട ഒരു 10 ലക്ഷത്തിന് ഒരു എത്ര രൂപ വെച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ 10 ലക്ഷം നിങ്ങൾക്ക് ബിസിനസ്സിന് തന്നു കഴിഞ്ഞാൽ എത്ര രൂപ അവർക്ക് റിട്ടേൺ കൊടുക്കും? മാസം 10,000 രൂപ കൊടുക്കും അല്ലേ? 10,000 രൂപ വെച്ചാൽ 12 മാസം എത്രയായി? 1,20,000 രൂപ അല്ലേ? എന്ന് വെച്ചാൽ 1,20,000 രൂപ അങ്ങനെയൊന്നും ഇവിടെ കിട്ടില്ല എന്ന് തോന്നുന്നു. 20,000 രൂപ കൊടുക്കുന്നത് അല്ലേ? 20,000 കൊടുത്തു കഴിഞ്ഞാൽ എത്രയായി? 2,40,000 എന്ന് വെച്ചാൽ എത്രയായി? 24% നിങ്ങൾ പലിശയ്ക്കെടുത്തതിന് തുല്യമാണ് ആ ബിസിനസ് റൺ ചെയ്യണത്. അല്ലെങ്കിൽ 10,000 രൂപയാണെങ്കിൽ 12% നിങ്ങൾ പലിശയ്ക്കെടുത്തിട്ട് ബിസിനസ് റൺ ചെയ്യണ പോലെയാണ്. നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. ഈ സാധനം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് എല്ലാം നന്നായിട്ട് എടുക്കുന്നത് വെരി ഗുഡ്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോകും.
ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇത് ഫിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ചിലപ്പോൾ മുന്നോട്ട് പോലെ. ചിലപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് നിങ്ങൾക്ക് ഇനി ഫർദർ ഈ ടോക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പലപ്പോഴും ഞാനിത് പോയിട്ട് എന്നെ ബിസിനസ്സുകാരൊക്കെ കൂടുതലോടത്ത് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ പല ആൾക്കാർക്കും പിന്നെ കേൾക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ദാറ്റ് ഈസ് എ റിയാലിറ്റി ഐ എം ടോക്കിംഗ് റൈറ്റ്. അപ്പോൾ ഇത് ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാനിത് പിന്നെയും പറഞ്ഞ കാര്യം വെച്ചാൽ ഈ സാധനം ഫിക്സ് ആയില്ലെങ്കിൽ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും കടന്നും പറഞ്ഞ് വരാറുണ്ട്. ബിസിനസ്സുകാരൻ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പ്രൈമറി റീസൺ ഞാൻ ഈ പറഞ്ഞതാണ്. ബിസിനസ്സുകാരൻ കടന്നു പറഞ്ഞാൽ പ്രൈമറി റീസൺ ഇതാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് പതുക്കെ ഫിക്സ് ചെയ്താൽ മതി. പക്ഷേ യു ഷുഡ് നോ ദാറ്റ് ദർ ഈസ് എ ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ ഫിക്സ് ചെയ്തിരിക്കണം. അതേമാതിരി ബിസിനസ്സുകാരൻ അധികം ശമ്പളം എടുക്കേണ്ട എത്രയാണ്? നിങ്ങൾ പുറത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് ശമ്പളത്തിന് നിൽക്കും? ആ ശമ്പളത്തിന് തത്തുല്യമായിട്ടുള്ള പൈസ നിങ്ങൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ ബിസിനസ് റൺ ചെയ്യേണ്ട അർത്ഥമില്ല. മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യേണ്ട അവിടെ പോയി പണിയെടുത്താൽ പോരെ, ഒരു റിസ്ക് എടുക്കണ്ടല്ലോ. ഇവിടെ എല്ലാ മാസം ശമ്പളം കൊടുക്കുന്ന ടെൻഷൻ എടുക്കണോ? മര്യാദയ്ക്ക് വല്ലവൻ്റെ അടുത്ത് പോയിട്ട് ജോലിക്ക് കഴിഞ്ഞാൽ ആ ശമ്പളം കൃത്യമായിട്ട് വാങ്ങിക്കൊണ്ട് പോയിക്കൂടെ? ഇനി അത് ചിലവർ പറയും ഡേ 1 പറ്റില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു ഡേറ്റ് വയ്ക്കുക. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ അത്രയും ശമ്പളം എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ ലെവലിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ ഫസ്റ്റ് ഇൻകത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ വളരെ സിമ്പിൾ സാധനം. എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ട് എപ്പോഴും ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിലും അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, കിട്ടണേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കാം. എല്ലാവരും ചെയ്യണ കാര്യമല്ലേ, കിട്ടണേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം കിട്ടണ എത്രയും നമുക്ക് കൃത്യമായിട്ട് അറിയണം. കിട്ടണ എത്രയെന്ന് വെച്ചാൽ ടാക്സ് കഴിഞ്ഞിട്ട് എത്ര കൈ കിട്ടുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് എത്ര രൂപ മാസം ചിലവുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. മാസം എത്ര രൂപ എന്നുള്ള എത്ര രൂപ വീട്ടിൽ ചിലവുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? കുറേ പേർക്ക് അറിയാം. വെരി ഗുഡ്. ഈ പറഞ്ഞ ബഡ്ജറ്റേക്കാൾ കൂടി പോകണ്ട, കൂടി പോറില്ല. സംടൈംസ് ഓക്കെ. ഓൺലി ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 3 പേർക്ക് ബഡ്ജറ്റ് അറിയാം, ബാക്കിയുള്ളവർക്ക് ബഡ്ജറ്റ് അറിയില്ല എന്നാണ് പറയണത്. എല്ലാവർക്കും അറിയാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാനിത് മുന്നോട്ട് പോകാം. കാരണം വെച്ചാൽ എന്നോട് ചില ടൈമിൽ കോൾ വിളിക്കുന്ന ടൈമിലൊക്കെ ആൾക്കാർ പറയും ശമ്പളം എത്ര ചോദിക്കും? 1 ലക്ഷം രൂപ ശമ്പളം. എത്ര രൂപ ചിലവെന്ന് പറയും? 50,000 രൂപ ശമ്പളം. എന്നിട്ടും അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോഴും ബാങ്കിൽ ബാലൻസ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. 1 ലക്ഷം രൂപ ശമ്പളം ആളുകൾക്ക് 50,000 രൂപയാണ് ചിലവെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങനെ എത്ര രൂപ കാശ് ഉണ്ടാവണം? 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താ? അയാളുടെ ചിലവ് 50,000 അല്ല എന്നുള്ളതാണ്. ഈ സാധനം നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം. പല ആൾക്കാർക്കും അറിയാം ചിലവ് എത്രയെന്നുള്ളത്. പക്ഷേ ഈ സാധനം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ചില ടൈമിൽ ചിലവർ പറയും കാശില്ലാത്തതിൻ്റെ പ്രശ്നം. ഞാൻ ഈവൻ 10 ലക്ഷം ശമ്പളം കിട്ടണം എനിക്ക് ആൾക്കാരറിയാം. അല്ലെങ്കിൽ 7 ലക്ഷം ശമ്പളം കിട്ടുന്ന ഒരു കപ്പിൾ എൻ്റെ അടുത്ത് വന്ന് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എത്ര രൂപ മാസം ചിലവ്? 3.5 ലക്ഷം രൂപ ചിലവെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3.5 ലക്ഷം ഇൻറ്റു 12 അവരുടെ അടുത്ത് വേണ്ടേ? അതില്ല. അതിനകത്ത് അവരുടെ ചിലവ് എത്ര? 7 ഇൻറ്റു 12 ആണ്. അപ്പോൾ ഈ സാധനം ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര നിങ്ങൾക്ക് അറിയണം. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMI എത്ര പോകുന്നുണ്ട്, അതേമാതിരി ഇൻഷുറൻസിന് എത്ര പോകുന്നുണ്ട്, അതേമാതിരി മാസ ചിലവ് എത്ര ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ 3 ചിലവും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ചിലപ്പോൾ SIP പോകുന്നുണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുണ്ടാവും, കുറി പോകണത് മാറ്റാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത മാസം തുടങ്ങിയിട്ട് നമുക്ക് ശമ്പളം വരുന്നില്ല, അടുത്ത മാസം തുടങ്ങി നമ്മുടെ ബിസിനസ്സിൽ കോൺട്രാക്റ്റ് ഇല്ല, നമുക്ക് ഇൻകം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 സാധനം നിർത്താൻ പറ്റില്ലല്ലോ. ഈ 3 സാധനം പോകണ്ടേ? അപ്പോൾ ഈ 3 സാധനത്തെ പറ്റി കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എത്രയാണോ ഈ ബഡ്ജറ്റ് EMI, എക്സ്പെൻസ്, ഇൻഷുറൻസ്, ആ പൈസ നമ്മുടെ മാസ ബഡ്ജറ്റ് ഉണ്ടല്ലോ അതേ ഇൻറ്റു 6 മാസം മിനിമം ഉണ്ടായിരിക്കണം. ബിസിനസ്സുകാരാണെങ്കിൽ 12 മാസം. കാരണം ബിസിനസ്സുകാരാണെങ്കിൽ ഹൈ റിസ്ക് അല്ലേ, എങ്ങാനും അടുത്ത 12 ദിവസത്തേക്ക് ഇൻകം എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ അടുത്ത് ഈ സാധനം റൺ ചെയ്യാനുള്ള പൈസ ഉണ്ടേ. അപ്പോൾ ഈ സാധനം 12 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കും. ഇത് ബേസിക്കലായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റ്. എമർജൻസി ഫണ്ട് ഫസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് തുടങ്ങാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇൻഷുറൻസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇൻഷുറൻസ് ഫസ്റ്റത്തെ എമർജൻസി എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഞാനിത് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഫസ്റ്റത്തെ കാര്യം ഇൻകം, പിന്നെ ഈ പറഞ്ഞ സാധനം സ്പെൻഡ് ലെസ് ദാൻ ഏൺ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എമർജൻസി ഫണ്ട് ഉണ്ടാവണം എന്നുള്ളത്. ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ്. ബഡ്ജറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ എമർജൻസി ഫണ്ട് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇത് തന്നെ നോക്കണം. നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ 3 മാസം എമർജൻസി ഫണ്ട് മതി. കാരണം ജോലി പോകാൻ ചാൻസ് ഇല്ല അല്ലേ?
ഓക്കെ, നത്തിങ് ഹാപ്പൻ. ഓക്കെ, പേടിക്കണ്ട, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം മതി. ഒരു പ്രൈവറ്റ് ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും വേണം. ബിസിനസ്സുകാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 12 മാസമെങ്കിലും വേണം. അപ്പോൾ നിങ്ങളുടെ മാസത്തെ ബഡ്ജറ്റ് എത്രയാണ്? അതേ ഇൻറ്റു 12 അല്ലെങ്കിൽ 6. ഈ പൈസ എമർജൻസി ഫണ്ടായിരിക്കണം. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഷുറൻസ് ഉണ്ടാവണം എന്നുള്ളത്. എത്ര പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്? കുറേ പേർക്കുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വല്ലതും വന്നു ഹോസ്പിറ്റലിൽ നമുക്ക് പോകണം, അതിൻ്റെ കവറേജ്. ഇത് തന്നെ പലപ്പോഴും ഉണ്ടാവണം. കാര്യം വെച്ചാൽ ചിലവർക്ക് അണ്ടർ ഇൻഷുറൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു 5 പേരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ ആവും ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം രൂപ. കവറേജ് 3 ലക്ഷം രൂപ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഇവൻ ഇതിൽ കണക്കാക്കി നമുക്കിപ്പോൾ 40 വയസ്സാണ്. നമുക്ക് ചിലപ്പോൾ 40 വയസ്സിലൊന്നും അസുഖം വരില്ല. മാന്യമായിട്ടുള്ള അസുഖം വരുന്നത് 50-ാമത്തെ 60-ാമത്തെ വയസ്സിലാണ്. ഇത് നേരത്തെ വരും. പക്ഷേ 60-ാമത്തെ വയസ്സിൽ 20 വർഷം കഴിഞ്ഞിട്ടാണ്. അന്ന് ഇൻഫ്ലേഷൻ വെച്ച് നോക്കിയിട്ട് 3 ലക്ഷം വല്ലതും ആവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 25 ലക്ഷത്തിൻ്റെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഈ ടൈമിൽ വില ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് റിസ്ക് കവർ ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കുഴപ്പം വെച്ചാൽ എമർജൻസി ഫണ്ടും തീരും, വേറെ വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീരും, വല്ല ലാൻഡാ വല്ല ഉണ്ടെങ്കിൽ അതും വിൽക്കേണ്ടി വരും ഇത് തീർക്കാനായിട്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ്. ഇതേപോലെ തന്നെയുള്ള കാര്യം ലൈഫ് ഇൻഷുറൻസ്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയുടെ എന്ത് ചെയ്യും? ഇപ്പോൾ ഏതൊരു ബ്രെഡ് വിന്നർക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിത് വളരെ പ്രാർത്ഥിച്ച് തന്നെ പറയണത്, ഓക്കെ, മരിക്കാനൊരു കോസ്റ്റ് ഉണ്ട് ഇല്ലേ? ആ കോസ്റ്റ് എത്ര എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇമോഷണൽ ലോസ് നമുക്ക് കുറച്ച് നേരം അപ്പുറത്ത് വരുന്ന കരഞ്ഞാൽ തീരും. പക്ഷേ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ മാസത്തെ ചിലവ് എത്ര, ഈ പറഞ്ഞ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല മാസ ചിലവ് എത്ര എന്നുള്ളത്. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്പൗസിന് ഈ പൈസ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഇളയ കൊച്ചിൻ്റെ വയസ്സ് എത്ര? ഇപ്പോൾ ഇളയ കൊച്ചിൻ്റെ വയസ്സ് 5 ആയിരിക്കും. അടുത്ത 15 വർഷത്തേക്ക് കൊച്ച് പഠിക്കുകയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്ന് വെച്ചാൽ മാസത്തെ ചിലവ് 50,000 രൂപയാണ്. 50,000 ഇൻറ്റു 1 വർഷം എത്രയായി? 6 ലക്ഷം. 6 ലക്ഷം ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എത്രയായി? 90 ലക്ഷമായില്ലേ? അതോടൊപ്പം നിങ്ങൾക്കൊരു ഹൗസ് ലോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 90 ലക്ഷം ഇതായി. ഹൗസ് ലോണിന് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കടം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബാങ്കുകാരൊന്ന് പറയും നാളെ തൊട്ട് തരണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റുള്ള LIC ആയിട്ട് കമ്പയർ ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് കിട്ടണം. ആ പൈസന് ടേം ഇൻഷുറൻസ് പറയുന്നത്. ഇതേപോലെ തന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസും ഈ ടേം ഇൻഷുറൻസ് ആണ് വേണ്ടത്, അല്ലെ മറ്റുള്ളതല്ല. കാരണം ടേം ഇൻഷുറൻസിന് ഒരു 30 വയസ്സ് ആൾക്കൊക്കെ 1 കോടിക്ക് കവറേജ് കിട്ടാനായിട്ട് ഏകദേശം ഈ പറയുന്ന ഒരു 10,000 രൂപ 12,000 രൂപയൊക്കെ വരത്തുള്ളൂ. ഇതിന് പ്രായം കൂടിയുള്ളവർക്ക് അതിനേക്കാളും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഉണ്ടാവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഈ ചില ടൈമിൽ ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എമൗണ്ടില്ല, ഒരു 1.5 കോടി രൂപ ഈ പറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ ഇത് വേണ്ട. ഈ പൈസ ഇവൻ ചില ടൈമിൽ നമ്മൾ തുടങ്ങും, ഒരു യങ് ആയിരിക്കുന്ന ടൈമിൽ ഇത് പൈസ ഉണ്ടാവില്ല. പക്ഷേ ഒരു പ്രായം എത്തുമ്പോൾ ഇതെത്തും. ആ സമയത്ത് തന്നെ നിർത്താം. ഇപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കണേക്കാളും മുന്നേ നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കൊന്നും സംഭവിക്കാനില്ല, വീട്ടുകാർക്ക് നമ്മളെ ഡിപ്പെൻഡൻ്റ് അല്ല. കല്യാണം കഴിച്ചിരിക്കുന്ന ടൈമിൽ നമ്മുടെ സ്പൗസിന് നമ്മളെ ഡിപ്പെൻഡ് ആണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻസി കൂടുതലാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് വേണം. നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പിന്നെയും കൂടും. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻഷുറൻസ് ഫയൽ അത്രയും വേണ്ട. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഈവൻ റിട്ടയർമെൻറ്റ് ടൈമിലാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. ഭയങ്കര ഈവൻ ടേം ഇൻഷുറൻസ് നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയും 90 വയസ്സ് വരെ ടേം ഇൻഷുറൻസ് എടുക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ അത്ര ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു 60 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം കഴിയും. പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആവശ്യമില്ല. അപ്പോൾ 90 വയസ്സ് വരെ നമുക്ക് ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ചിലവർ പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് അത്രയും പൈസ കിട്ടിക്കോട്ടെ. അത് വലിയ ശല്യമോ? കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ അവരായിരിക്കും ഇത് ഇയാളെന്താ പോവാത്തത്. ഇതും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് അത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഈ സാധനം. അപ്പോൾ അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ടൈം ഇൻഷുറൻസ് അടയ്ക്കണം നിർത്താം. ഇതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമർജൻസി ഫണ്ട്, ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ശരിക്കും പറയാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത്. അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 2 കാരണങ്ങളുണ്ട്.
ഇനി അതിനിടെ ആരെങ്കിലും കടമുള്ളവരുണ്ടോ? കട ആർക്കും ഇല്ലാന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കടത്തിനെ പറ്റി പറഞ്ഞോ? ആരെങ്കിലും പൈസ കൊടുക്കണോ? അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. എന്ത് അതിനെയും കടന്നു പറയൂട്ടോ ഞങ്ങളുടെ നാട്ടിൽ. ഈ കാസർഗോഡ് എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ബാങ്കിൽ നിന്ന് കഴിഞ്ഞാൽ കാരണം എനിക്ക് എൻ്റെ അച്ഛനൊന്നും ബാങ്കൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ബാങ്കിൽ നിന്ന് കാശ് എടുത്തു കഴിഞ്ഞാലും അത് തിരിച്ചു കൊടുക്കണം ഞങ്ങൾക്ക്. അപ്പോൾ ഇവൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ശരി ആ വീട്ടുകാരെ ഒന്ന് വാങ്ങും. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ നടത്തും. കാസർഗോഡ് എങ്ങനെയാണ്? അങ്ങനെയല്ല, നന്നായി മനസ്സിലായി. അപ്പോൾ അതിനർത്ഥം കടമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ സത്യം വലിയ വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ബായ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വി ഓൾ ആർ ലൈക്ക് എ ബോൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ സോ വി ഓൾ ഫോളോ ദ സെയിം റൂൾസ്. ഓക്കെ. അപ്പോൾ ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഇപ്പം മലയാളികൾക്ക് വേറൊരു സാധനമുണ്ട്. എന്നോട് പലരും പറയും എനിക്ക് കുറിയുള്ളൂ കടമില്ല എന്ന് പറയും. അപ്പോൾ കുറിയ ഓക്കെ വെരി നൈസ്. ഓക്കെ. അപ്പോൾ ഞാൻ വിളിച്ചെടുത്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു ഞാൻ വിളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറിക്ക് 2 പേരാ. വിളിച്ചെടുക്കണവരെയും കുറിയെന്നും വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ ലോൺ എന്നതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ നാട്ടിലും കുറി തന്നെ അവിടെ പേര്. വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് കുറി തന്നെ. അത് പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ സാധനം വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് ലോൺ എന്നാണ്, കടന്ന ചിട്ടി എന്നല്ല എന്നുള്ളത്. പിന്നെ അതേമാതിരി തന്നെ വേറൊരു സാധനമുണ്ട്, ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം. ഈ ഗോൾഡ് എങ്ങനെ വെച്ചാൽ ജ്വല്ലറി ഉണ്ടാവും. എനിക്ക് അറിഞ്ഞൂടാ ഇവിടെയൊക്കെ കാസർഗോഡ് വെച്ചാൽ ജ്വല്ലറി യുവർ ലവ് ഓഫ് ജ്വല്ലറി റൈറ്റ്. ഓക്കെ. അപ്പോൾ ഈ ജ്വല്ലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം. ഈ ജ്വല്ലറിയുടെ കേസ് ജ്വല്ലറി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിചാരം വെച്ചാൽ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എമർജൻസി ഫണ്ടിന് ഒരു ലോൺ വയ്ക്കുന്ന സാധനമാണ് ജ്വല്ലറി എന്നാണ്. അപ്പോൾ ഈ ജ്വല്ലറിയുടെ പ്രത്യേകത വെച്ചാൽ ജ്വല്ലറി വാങ്ങുമ്പോൾ തന്നെ ഞാൻ ബേസിക്കായിട്ട് കണക്ക് പറയാം. നമ്മൾ മലയാളികളുടെ കാശ് പോണതിൻ്റെ കണക്ക് പറഞ്ഞുതരാം. ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ്സാണ് എങ്ങനെയാണെന്നുള്ള സാധാരണക്കാരൻ്റെ ഭാഷയിലുണ്ടെങ്കിൽ പറഞ്ഞത്. ജ്വല്ലറിയുടെ ഫസ്റ്റത്തെ കാര്യം എന്താ? വാങ്ങുമ്പോൾ തന്നെ 1 ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 ലക്ഷത്തിന് ഗോൾഡ് വാങ്ങി. നമ്മൾ കാസർഗോഡ് ഒന്നും കുറയ്ക്കണ്ട. 10 1 കോടി എത്ര വേണം? 10 മതിയോ? എന്നാൽ 10 മതി. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ 10 ലക്ഷത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ 10% മേക്കിംഗ് ചാർജസ് പോയിങ്ങായിരിക്കും. അപ്പോൾ 1 ലക്ഷം രൂപ പോയി ഇവിടെ. ഇനി നമ്മൾ ഈ സാധനം തന്നെ ഒറ്റയടിക്ക് നമ്മൾ വിചാരിക്കും കാശിന് ആവശ്യം വന്നാൽ ലോൺ എടുക്കാം. ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 10% ലോൺ പോകും. അപ്പോൾ പിന്നെയും 1 ലക്ഷം രൂപ കൊടുക്കണം. എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസ് 20% കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ ഇവിടെ. പിന്നെ ഗോൾഡിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകത ഉണ്ട്, EMI അടക്കില്ല നമ്മൾ. എത്ര ടൈമിൽ 1 കൊല്ലം എത്ര ടൈമിൽ നമ്മൾ പോയി പുതുക്കി വയ്ക്കും. അപ്പോൾ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ അവർ തന്നെ പറയും ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള കൂടി ഞാൻ കൂട്ടി വെച്ച് തരാം. അപ്പോൾ നമ്മൾ ആ കൂട്ടിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും ഇൻട്രസ്റ്റ് അടയ്ക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോണില്ല, പക്ഷേ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോണത്. അപ്പോൾ അവസാനം ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ 10 ലക്ഷം എടുത്ത ലോൺ ഏകദേശം ഒരു 13 ലക്ഷം 15 ലക്ഷം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ വിചാരം ഗോൾഡ് നമ്മുടെ മുതലല്ലേ, പ്രശ്നമില്ലെന്നാണ്. പക്ഷേ നമ്മൾ ഈ നമ്മുടെ മുതൽ വെച്ചിട്ട് 3 ലക്ഷം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ കയ്യിൽ നിന്ന് പോണ കാശെല്ലാം നമ്മുടെ കാശ് തന്നെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെടുത്ത കാശാണ് ഇങ്ങനെ പോണത്. അപ്പോൾ ഇതും പ്രശ്നമാണ് ഈ കടത്തിൻ്റെ വിഷയം പറഞ്ഞത്. അപ്പോൾ കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഉള്ള ചോദ്യം വെച്ചാൽ കടം വീട്ടണോ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കടം വീട്ടി അപ്പോൾ ഫസ്റ്റ് ചോദ്യം കടം ഉള്ളതിൻ്റെ പേരിൽ നിങ്ങളുടെ മനസ്സമാനം പോകണ്ടെന്നുള്ളത്. അപ്പോൾ കടം ഉണ്ട് മനസ്സമാനം പോകണ്ടെന്നുണ്ടെങ്കിൽ കടം വീട്ടണം ഫസ്റ്റ്. ഇനി കടം ഉള്ളിട്ട് ഓക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ മാനേജ് ഇറ്റ്. ഇപ്പോൾ പറയണ അത് ചിട്ടിയല്ലേ, കടമല്ല, അല്ലെങ്കിൽ അത് ബാങ്ക് ഫിനാൻസ് അല്ലേ, ലോണല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമുക്ക് ഈ കടം ഉണ്ടായിട്ട് നമ്മുടെ മനസ്സമാനം പോകണ്ടെങ്കിൽ ക്ലിയർ ഓഫ്. കാരണം അതിൽ നിന്ന് ഇൻട്രസ്റ്റ് നമ്മളെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്നാന്ന് പറഞ്ഞാൽ ഈ കടത്തിനെ പറ്റി പറഞ്ഞാൽ ഞാനത് മുഴുവൻ പറഞ്ഞില്ല. കാരണം ഇത് പറയണമെങ്കിൽ ഇന്നത്തെ വർക്ക്ഷോപ്പ് ഇത് മാത്രമാവും. അപ്പോൾ ഞാൻ ഈ കടം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഗ്രൂപ്പിൽ ചോദിക്കുന്ന ടൈമിൽ ആരോട് കടന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. ഇൻ കേസ് യു ഹാവ് എനി ഫിനാൻസ് പ്രോബ്ലം വാട്ട് യു ഡു ഇസ് ദാറ്റ് നമ്മുടെ മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിൽ എങ്ങനെ ഹൗ ടു ബി ഡെറ്റ് ഫ്രീ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഇതിന് വലിയ കാശൊന്നുമില്ല, 500 രൂപ. എനിക്ക് വേറെ ഒന്നുമില്ല, സീരിയസ് ആയിട്ട് ആൾക്കാർ മാത്രം വാങ്ങിയാൽ മതി എന്നിട്ടാണ്. 500 രൂപ കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല ശരിക്കും പറഞ്ഞാൽ. അതിൽ ഞാൻ 1.5 മണിക്കൂർ നിന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കടമുള്ള ഒരു പൈസ ജീവിക്കണം എന്നുള്ളത്. എന്നിട്ട് അതിലൊരു എക്സൽ ഷീറ്റും തന്നിട്ടുണ്ട്. ആ എക്സൽ ഷീറ്റ് എടുത്ത് ഫില്ല് ചെയ്യാം. ഇനി ഭാര്യയും ഭർത്താവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കടം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഭാര്യയും ഭർത്താവും ഒരിക്കലും സെയിം ലാംഗ്വേജ് സംസാരിക്കില്ല. മിക്കപ്പോഴും ഭർത്താവിനായിരിക്കും അറിയണത് എത്ര കടമുണ്ടെന്നുള്ളത്, ഭാര്യയ്ക്ക് അറിയാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ ഭാര്യയ്ക്ക് അറിയാൻ പറ്റുള്ളൂ, ഭർത്താവിന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കേസുകളുണ്ട്. ഇതിൻ്റെ പേരിൽ നമ്മൾ 2 പേരും കൂടി ഭാര്യയും ഭർത്താവും എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെയാണ് ഞാൻ ഉറപ്പ് പറഞ്ഞു 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സമാനം കിട്ടും. കടം വീട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം അത്രയും വലിയ കടം ചിലപ്പോൾ വിടാൻ ചാൻസില്ല. പക്ഷേ നിങ്ങൾക്കൊരു കൺട്രോൾ വരും. ഇപ്പോൾ ചില ടൈമിലൊക്കെ നമ്മുടെ ഓഫീസിൽ ചില ഫാമിലി ആയിട്ടൊക്കെ വരും ആൾക്കാർ. പത്തനംതിട്ടയിൽ നിന്നൊക്കെ കാർ വിളിച്ച് എൻ്റെയർ ഫാമിലി ആയിട്ട്. അപ്പോൾ ഈ എൻ്റെയർ ഫാമിലി ആയിട്ട് വരുമ്പോൾ എനിക്കറിയാം ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുള്ളത്.
കാരണം വെച്ചാൽ ഇവിടെ നമ്മുടെ ഓഫീസിൽ വരുന്നേക്കാളും മുന്നേ അറിയണത് അവർക്ക് ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ കടമുണ്ടെന്നാണ്. ഇവിടെ വന്ന് നമ്മൾ കുത്തി ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു 2 കോടി കടമുണ്ടെന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ സാധനം നമുക്ക് പിന്നെ അടുത്ത വിഷയം ബിസിനസ്സിൽ വേറെ ബിസിനസ്സുകാരുള്ളതിൻ്റെ പേരാണ്. ബിസിനസ്സിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളെ ആൾക്കാരിൽ നിന്ന് ഫിനാൻസ് എടുത്തിട്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം അത് ബിസിനസ് ഓണറല്ല, പക്ഷേ അവർക്ക് നമ്മൾക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ മാസവും കാശ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ബിസിനസ് നഷ്ടത്തിലാണെങ്കിൽ ആക്ച്വലി തറ്റോർസോ കടം. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ പൈസ മാനേജ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് താല്പര്യമുണ്ടെങ്കിൽ ആ ഡെറ്റ് ഫ്രീ ആവണേ പറ്റുള്ള കോഴ്സ് ഉണ്ട്. ഇഫ് യു വിഷ് ടു ബൈ ഇറ്റ്, എന്നിട്ട് ആ എക്സൽ ഷീറ്റ് ഫില്ല് ചെയ്യും. എനിക്ക് ആകെയുള്ള കണ്ടീഷൻ വെച്ചാൽ ആരൊക്കെയാണോ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആണ്, ഹസ്ബൻഡും വൈഫാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാണോട്ടോ, അല്ലെങ്കിൽ നടക്കില്ല. കാരണം അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും സത്യം പറയും ഈ പറയുന്ന സാധനം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇതെത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കാര്യം വെച്ചാൽ ഇനിയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി പറഞ്ഞത്. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 2 ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ് ഫോർ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എന്തോ മെയിൻറ്റെയിൻ ഫാമിലി റെസ്പോൺസിബിലിറ്റി അല്ല, അത് ചെയ്തേ പറ്റൂ. വേറെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ അത് ചെയ്തേ പറ്റൂ. അത് ഇതിൽ പെട്ടതാ, ഈ ബഡ്ജറ്റിൽ പെട്ടതാ. അതിവിടെ പറഞ്ഞിട്ടില്ല. റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? കുട്ടികളുടെ എഡ്യൂക്കേഷൻ, പിന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കും. നിങ്ങളുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കുട്ടികളെ കല്യാണം കഴിപ്പിക്കണില്ല. അവർ വേണമെങ്കിൽ അവർ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഈ കാസർഗോഡുകാർക്ക് ഒരു ഫംഗ്ഷൻ അവർ ആയിരിക്കും അച്ഛനമ്മ എൻ്റെ ഒരു ഫംഗ്ഷൻ പോകും, അതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും ഞാൻ തന്നെ പിടിച്ച് കല്യാണം കഴിക്കാന്ന് പറയുന്നത്. അവിടെ അങ്ങനെയല്ല. അവിടെ പറഞ്ഞ് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോരോ സ്റ്റൈലാണ്. കല്യാണം അപ്പോൾ ഇനി വീട് വെക്കണത്. ഇനി പിന്നെന്താ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? എന്ത് ഏത് ഏറ്റവും പല ആൾക്കാരും വായിന്ന് വരില്ല. ഏറ്റവും ആദ്യം പറയേണ്ട സാധനമാണ് റിട്ടയർമെൻറ്റ്. കാരണം വെച്ചാൽ എത്ര പേർക്ക് അറിയാം റിട്ടയർമെൻറ്റ് ഡേറ്റ് എത്രയാണെന്നുള്ളത്? നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഡേറ്റ് എത്രയാണ്? ജോലി അല്ലാതെ നിങ്ങൾ ശരിക്കുള്ള റിട്ടയർമെൻറ്റ് ഡേറ്റ് എത്ര? 70-ലാണോ? 70 ഉള്ള ആൾക്കാർ എത്രയുണ്ട്? 70. ഓക്കെ, 60 ആണ്. ഓക്കെ, 60. ഓക്കെ, ഇനി ആരെങ്കിലും പറയാൻ അധികം കുറവുണ്ടോ? അതിൽ കൂടുതൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം പറഞ്ഞതിൽ. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും? എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും? ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങളെങ്ങാനും 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാലോ? ഈ ചില ആൾക്കാരുടെയൊക്കെ ഒരു കോൺഫിഡൻസ് വെച്ചാൽ 70 എന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഞാനൊരു 71, 72 പോകും എന്നുള്ള വിശ്വാസമില്ല ഇവർ 70 പറയണത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഹെൽത്ത് നന്നാവാണ്. കാരണം ഈ പറഞ്ഞ ഇങ്ങനത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഇവർ എന്നിട്ട് നിങ്ങൾ വെറുതെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഈ മറ്റേ പൊറോട്ടയും ബീഫൊക്കെ കഴിക്കണം കുറയ്ക്കും. എന്നിട്ട് നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, യോഗ ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ കഷ്ടകാലം എന്നറിയോ? നിങ്ങളുടെ ജീവിതം കൂടും. ജീവിതം കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നറിയോ? 70-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 30 വയസ്സ് വരെ 10 വയസ്സിൽ ഇൻകം ഇല്ലാണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങളത് പോറ്റണം. അപ്പോൾ 70-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 40 വർഷം നിങ്ങൾ ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ 100-ലൊന്നും നടക്കില്ല. 90 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ ചെയ്യും. 90 വയസ്സിൽ 30 വർഷം ജീവിക്കണതേ. അപ്പോൾ ഇത് ഇത്രയും പൈസ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റ് ആയിട്ട് അപ്പോൾ ഇന്ന് ഇതിനും കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇനി ഇപ്പോൾ റിട്ടയർമെൻറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിക്കാൻ എത്ര രൂപ ചിലവേണ്ടത്? 50,000 ചിലവണമെന്നിരിക്കും. 50,000 ചിലവണമെന്നിരിക്കും. നിങ്ങളുടെ ഇന്നത്തെ വയസ്സ് എത്ര? 40 വയസ്സാണെന്നിരിക്കും. 40 വയസ്സാവണമെന്നുണ്ടെങ്കിൽ 50-ാമത്തെ വയസ്സിലാണെങ്കിൽ റിട്ടയർമെൻറ്റ് എക്സ്പെൻസ് എത്ര? എല്ലാ 10 വർഷത്തിലും ഡബിൾ ഔട്ടാണ്. ഇത് 1 ലക്ഷം ആവും. പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാലോ 2 ലക്ഷം ആവും. ഈ 2 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60-ാമത്തെ വയസ്സിൽ 2 ലക്ഷം വേണം ചിലവ്. ഇനി റിട്ടയർമെൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഇത് ഡബിൾ ആവണമെന്ന് കുറയില്ല. ഇൻഫ്ലേഷൻ അപ്പോഴും നിൽക്കില്ല, പിന്നെയും ഡബിൾ ആവും. അപ്പോൾ അതിനർത്ഥം ഇത്രയും രൂപ ഇനി എല്ലാ മാസവും കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 2 ലക്ഷം ഇപ്പോൾ ഈ പറഞ്ഞ 2 ലക്ഷം രൂപ അന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 3 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് എടുക്കാനുള്ള കോസ്റ്റ് വെച്ചാൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 കോടി 6 കോടി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പൈസ എത്താൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇൻഫ്ലേഷൻ അനുസരിച്ച് പൈസ ഇടണമല്ലോ.
ഞാനിത് ബേസിക് കാൽക്കുലേഷൻ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഈ ബോക്സ് ബൈ പെൻഡാണെന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ഇതിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ നോക്കേണ്ടതിന് കൃത്യമായിട്ടുള്ള ഫിഗർ കിട്ടും. ഇവൻ ഇതേമാതിരി തന്നെ ഇനി കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടിയുടെ വയസ്സ് ഇപ്പോൾ 7 വയസ്സാണെന്നായിരിക്കും. 10 വർഷം കഴിഞ്ഞാൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ വരുന്നത്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഒരു 25 ലക്ഷം രൂപ കോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതിനർത്ഥം 25 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 10 വർഷം കഴിഞ്ഞാൽ 50 ലക്ഷം ആവും. അത്രയും രൂപ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഒന്ന് ആലോചിച്ചു, കാസർഗോഡൊക്കെ മിനിമം 2 പിള്ളേരല്ലേ 3 പിള്ളേരില്ലേ? അപ്പോൾ ഇതനുസരിച്ചിട്ട് ഈ പറഞ്ഞ സാധനം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇനി കല്യാണത്തിന് നിങ്ങളുടെയൊക്കെ ഫാമിലി സെറ്റപ്പിൽ ഒരു കല്യാണം നടത്താൻ ഇന്നാണെങ്കിൽ എത്ര രൂപ ചിലവ് വരും? നിങ്ങളുടെ ഇളയച്ചൻ്റെ ഇളയമ്മയുടെ മക്കളുടെ കല്യാണം ഇപ്പോൾ നടന്നില്ല, അതിന് എത്ര രൂപ ചിലവുന്നുണ്ടാവും? 1 കോടി ഇൻക്ലൂഡിങ് ഗോൾഡ് നിൽക്കും 1 കോടി. അല്ല, ഇൻക്ലൂഡിങ് ഗോൾഡ് ഈ പറഞ്ഞത് നിൽക്കുമോ? 1 കോടിയിൽ നിൽക്കുമോ? നിൽക്കൂല. അപ്പോൾ എത്ര വേണ്ടി വരും? 1.5 നിൽക്കുമോ? 1.5 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ്റെ വയസ്സ് ഇനി 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേണ്ടി വരും? ഇതിൻ്റെ 4 ടൈംസ് കൊണ്ടുവരും. അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലായോ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ വേണമെന്നുള്ളത്? ഇത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും ഇരുന്നിട്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത്ര രൂപ നമുക്ക് വേണമെന്നുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആകെ കൂടി സം ഓഫ് നമ്മുടെ ഈ നമുക്ക് വേണ്ട റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ സക്സഷൻ ഉറപ്പായിരിക്കണം. ഈ സാധനം തിരിച്ചു കൊടുക്കണ്ടായിരുന്നെങ്കിലും ഇനി നമ്മുടെ അഭാവത്തിലും ഈ സാധനം റൈറ്റ് ആൾക്കാർ കിട്ടണ്ടേ? ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ ക്ലയൻസൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 ടൈപ്പ് ക്ലയൻസ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് 100 കോടി ആസ്തി ഉണ്ട്. ഇവരുടെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് 100 കോടി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി അടിച്ച പോലെ. കാരണം ഈ പിള്ളേർക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ മിക്ക പിള്ളേർക്കും ചിലപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും എൻ്റെ മക്കന് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും, വെരി ഗുഡ്. പക്ഷേ നമ്മുടെ ആസ്തി ഇപ്പോൾ ഒരു 10 കോടിയാണെന്ന് വിചാരിക്കും. നമ്മൾ മരിച്ച പിറ്റേ ദിവസം കൊണ്ട് ഈ 10 കോടി ഇവൻ്റെ കയ്യിലിരിക്കുന്നു. ഈ 10 കോടി മാനേജ് ചെയ്യാനുള്ള മെച്യൂരിറ്റി ആക്കണ്ട. ഇത് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലിതാണ്. ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അവർക്കില്ല. ഇത് കൃത്യമായിട്ട് ബില്ലിൽ എഴുതി വെച്ചിട്ടില്ല. കാരണം ഇവിടെ ബില്ല് എന്ന് പറയുന്ന സാധനം എത്ര പേർക്കുണ്ട്? ബില്ല് എഴുതിയിട്ടുണ്ടായിരിക്കും ഒരാൾ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ബില്ല് എഴുതിയില്ലെന്നുള്ള പ്രശ്നം എന്താ? നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആർക്ക് പോകും ഈ സാധനം? ഇസ്ലാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പോകും, ഭാര്യയ്ക്കിട്ടില്ല. ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഈ സാധനത്തിനെ പറ്റിയിട്ട്? ഇതിൽ പിന്നെ ഏറ്റവും വലിയ വിഷയമുണ്ട്. നമ്മൾ കാശുണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം പാവപ്പെട്ടവരായിരിക്കും. നമ്മൾക്കും അതിന് അത്യാവശ്യം കാശുണ്ടായി. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കോടികളുണ്ട്. നമ്മുടെ സഹോദരങ്ങളൊക്കെ എല്ലാവർക്കും അത്ര വലിയ കോടിയൊന്നുമില്ല. നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ കാശ് ആർക്ക് പോകും? നമുക്ക് വേണ്ട നമ്മുടെ മക്കൾക്ക് പോകണോ അത് നമ്മുടെ സഹോദരങ്ങൾക്ക് പോകണോ? ഞാനിവിടെ കുടുംബം തിരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതല്ലാട്ടാ. പക്ഷേ ഇതൊരു റിയാലിറ്റി അല്ല. കാരണം ഇതെല്ലാവരും എന്നോട് എൻ്റെ അടുത്ത് ആൾക്കാർ ക്ലോസ് റൂമിൽ വന്ന് പറയണ വിഷമങ്ങളാണ്. കാരണം വീട് ഭയങ്കര ഹമ്പിൾ ഫാമിലിയായിരുന്നു. ഇവൻ ഒറ്റയ്ക്ക് പോയിട്ട് ഗൾഫിൽ പോയിട്ട് വീട്ടുകാരെല്ലാവരും പെങ്ങന്മാരെല്ലാവരും കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്. എന്നിട്ടും അവർ നേരെയായിട്ടില്ല സാമ്പത്തികമായിട്ട്. എന്നിട്ട് ഇവൻ്റെ ഏറ്റവും വലിയ ടെൻഷനിൽ ഇവരെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആർക്ക് പോകും ഈ സാധനം? ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ ഇത് ഉറപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ആർക്കാണെന്നുള്ളത്? ആർക്ക് കിട്ടുന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ അന്യാധീനം പെട്ടു. ഇവൻ ചില ടൈമിലൊക്കെ എറണാകുളത്തൊക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റി അങ്ങനെ വരുമ്പോൾ മക്കൾ മൊത്തം കാനഡയിലും അവിടെയൊക്കെയാണ്. അപ്പോൾ ബില്ല് എഴുതിയില്ലെന്നുള്ള കുഴപ്പം വെച്ചാൽ ഇതെല്ലാവരും മക്കൾക്കും ഭാര്യയ്ക്കും ഈക്വലായിട്ട് പോകും. അപ്പോൾ 3 മക്കളെ 2 മക്കളുണ്ടെങ്കിൽ അവർ പറയും നമുക്കത് വിറ്റേക്കാന്ന് പറയും. അങ്ങനെ അവസാനം അമ്മയ്ക്ക് ജീവിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അവർ പറയും അമ്മനോട് അമ്മ ഒരു കാര്യം ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ എൻ്റെ കൂടെ കാനഡയ്ക്ക് വന്നു. എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഷീ വാണ്ട് ടു സ്റ്റേ ഹിയർ. അത് പറ്റില്ല. അപ്പോൾ അത് എൻഷുർ ചെയ്ത് ആർക്ക് പോകണം എന്നുള്ളത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് എൻഷുർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടു. ഇപ്പോൾ പല ബിസിനസ്സുകാർക്കും ഞാൻ ഇരുന്ന് സംസാരിക്കേണ്ട ഇവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡബിൾ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് അത് ബിസിനസ്സും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടാണ്. അവരുടെ ബിസിനസ് മൈനസ് അവരെന്താണ് ആ ബിസിനസ്സിൻ്റെ അവസ്ഥ. ആ ബിസിനസ്സിൽ അവരില്ലാന്നുണ്ടെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് അവരുടെ ഫാമിലിക്ക് അറിയോ? അവരുടെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പൈസ കൊടുക്കാൻ ഇവർക്ക് അറിയോ? ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ പലരും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 12% കിട്ടും, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് 100% കിട്ടും. പക്ഷേ ആ ബിസിനസ്സിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ കോവിഡൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ബിസിനസ് കോവിഡ് വന്നാൽ ചിലപ്പോൾ മൊത്തം പൊട്ടിപ്പോവും. ഇത് വലിയ പ്രശ്നം. ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി നമ്മളിന്ന്
സംസാരിച്ചത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ പലപ്പോഴും ഒരു ചോദ്യമാണ് എനിക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് മന്ത്ലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി പലപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ആ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് നമുക്കൊന്നില്ലെങ്കിൽ ബാങ്ക് FD പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു 5000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. 5000 രൂപ മാസം SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 26 വർഷം എടുക്കും ഈ സാധനം 1 കോടി എത്താനായിട്ട്. അപ്പോൾ പലർക്കുള്ള ചോദ്യം 26 വർഷം കഴിഞ്ഞിട്ട് 1 കോടി എത്തിയിട്ട് എന്ത് കാര്യം എന്നുള്ളത് അല്ലേ. പക്ഷേ ഇതിൽ ഉള്ള പവർ എന്ന് വെച്ചാൽ അതല്ല, എല്ലാ മാസവും നിങ്ങൾ 5000 രൂപ എന്നുള്ളത് ഒരു 10% വെച്ച് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വെറും 10% വെച്ച് കൂട്ടി. കാരണം നമ്മൾ എല്ലാ വർഷവും നമുക്ക് സാലറി ഹൈക്ക് കിട്ടൂലേ, എല്ലാ വർഷവും നമ്മുടെ ബിസിനസ്സിൽ ഇൻകം കൂടി കിട്ടൂലേ. അത് 10% വെച്ച് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 കോടി എത്താനായിട്ട് നമുക്ക് 26 വർഷം വേണ്ട, വെറും ഈ പറഞ്ഞ 19 വർഷം മതി. ഇനി അതല്ല നിങ്ങൾ പറഞ്ഞത് എനിക്ക് 1 കോടിയല്ല 10 കോടി വേണമെന്നുള്ളത്, അങ്ങനെ മാസം 5000 രൂപ നിങ്ങൾ 50,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ സാധനം 26 വർഷത്തിൽ സാധനത്തും. ഇത് അത്ര ഈസിയാണ് ഇത് സാധനത്തിക്കാനായിട്ട്. നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം നമ്മളൊന്ന് കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യുക, എന്നിട്ട് മാസത്തോളം ഈ പൈസ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുന്ന ടൈമിൽ എപ്പോഴും നിങ്ങൾ ഓരോരോ ഫാമിലിക്ക് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എത്രയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് എത്രയാണ്, ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് ചെയ്യണമെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ പൈസ പെരുകും. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഈ 60-ാമത്തെ വയസ്സിൽ 50-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 3 കോടി ഉണ്ടെന്ന് വിചാരിക്കും. ആ പൈസ നമുക്ക് എല്ലാ മാസവും നമുക്കാണെങ്കിൽ 1 ലക്ഷം വെച്ച് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് റിട്ടയർമെൻറ്റ് എടുക്കണമനുസരിച്ച് തന്നെ പൈസ വളരെയും ചെയ്യുക അതിൽ. അപ്പോൾ അത് വളരുമുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു 90 വയസ്സിലാണ് നിങ്ങൾ 90 വയസ്സിലും വേണം, 30 വർഷം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ 10 വർഷം കൂടുമ്പോഴും 1 ലക്ഷത്തിന് വരെ 2 ലക്ഷം വെച്ചെടുക്കണം. ആ ടൈമിലും നമ്മുടെ ഈ പൈസ വളർന്നിട്ട് നമുക്ക് അത്രയും പൈസ ഇത് എടുക്കാനുള്ള കപ്പാസിറ്റി അതിന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാം നമ്മുടെ റിട്ടയർമെൻറ്റ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതാണ് ബേസിക്കായിട്ട് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈവൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഷെയറിൽ വാങ്ങാം. അതേമാതിരി ഗോൾഡ് വാങ്ങണമെങ്കിൽ ഗോൾഡ് ETF-ൽ വാങ്ങാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ വാങ്ങാം. മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെങ്കിൽ നമ്മൾ ഷെയർ സെലക്ട് ചെയ്യുക ഒന്നും വേണ്ട, നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് മാനേജേഴ്സ് ഫണ്ട് സെലക്ട് ചെയ്ത് തന്നുള്ളൂ. ഇതാണ് ബേസിക്കലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെൻഡാഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോരോ കാര്യങ്ങളില്ലേ, ഇങ്ങനെ എമർജൻസി ഫണ്ട് വേണം ഇതെല്ലാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതൊന്നും എല്ലാവർക്കും ആ ഷീറ്റ് ഒന്ന് കൊടുക്കാവോ? ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഷീറ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും തന്നേക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ ഇന്ന് പറഞ്ഞതെല്ലാനും ഒരു ടെംപ്ലേറ്റ് ഫോമിലുണ്ട്, അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്തിട്ട് ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഫില്ല് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ നമ്പർ തന്നെ. ഞാനിപ്പോൾ പറഞ്ഞ എമർജൻസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞു, ഒരു ഷീറ്റിംഗ് തരും എല്ലാവർക്കും. ഞാൻ എമർജൻസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് നിങ്ങളുടെ എമർജൻസി ഫണ്ട് എത്രയും നിങ്ങൾക്ക് അറിയോ? അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് പൈസ വേണമെന്ന് പറഞ്ഞു, അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവരുടെ എഡ്യൂക്കേഷൻ വേണമെന്ന്. പക്ഷേ നിങ്ങളത് സത്യം പറഞ്ഞാൽ ഇത് എവിടെയോ ഒളിച്ചു വെച്ചേക്കണം അല്ലേ. കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് എന്തെടുക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ എന്തും ഒളിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഷീറ്റിൽ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ നിങ്ങൾ ഏത് ഡയറക്ഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്ത ആൾക്കാരായിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് പല ടൈപ്പ് ഓഫ് ക്ലയൻസ് വന്നില്ല. അതിൽ ഒരു ക്ലയൻറ്റ് വന്നപ്പോൾ ആൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, എനിക്ക് എൻ്റെ പൈസ ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, എനിക്കിതുവരെ ഒരു ഫാമിലിയായിട്ട് ടൂർ പോകാൻ പറ്റിയിട്ടില്ല, എൻ്റെ വലിയ ആഗ്രഹമാണ് എനിക്ക് എൻ്റെ ഫാമിലി ടൂർ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഈ ഫിനാൻഷ്യൽ പ്ലാനൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ക്ലയൻറ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം നോക്കിയപ്പോൾ ആൾക്ക് 10 ലക്ഷം രൂപ ശമ്പളമുണ്ട്, പക്ഷേ ആൾ വളരെ പാവപ്പെട്ട ഫാമിലി വന്നിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് എന്നും പേടിയാണ് പൈസ തികയില്ല എന്നുള്ളത്. അപ്പോൾ ആൾ ഓൾറെഡി ആൾക്ക് ഒരു 5 കോടി രൂപ പൈസ ഉണ്ട്, എന്നിട്ടും പുള്ളിക്ക് ഒരു സംശയമാണ് ഈ പൈസ പോരാണ്ട് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ എടുത്തിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് അപ്പോഴാണ് പുള്ളി പറയുന്നത് എനിക്ക് ഇപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും പണക്കാരനായെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുള്ളിനോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇനി മീറ്റിംഗ് ഒക്കെ ഇവിടെ നിർത്താം, ആദ്യം തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇവിടെ. അവർ പറഞ്ഞ് എൻ്റെ ഫാമിലിയുടെ ഏറ്റവും വലിയ ഇഷ്ടമാണ് യൂറോപ്പിൽ പോകണമെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇനി യൂറോപ്പിൽ പോയിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് എന്നോട് മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സൂമിൽ മീറ്റിങ്ങിന് ചെന്നിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ അന്ന് മീറ്റിങ്ങിന് പുള്ളി ഒന്നിനും വന്നില്ല. നമ്മുടെ ഓഫീസിലെ പിള്ളേർ കഴിച്ച് പെർഫോമൻസ് മോശമായിട്ട് എന്നോട് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നില്ല. പുള്ളി വിളിച്ച വേറെ ഒന്നിനല്ല, പുള്ളി യൂറോപ്പിൽ പോയ ഫോട്ടോ കാണിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി 80,000 രൂപ മാസം SIP ഇട്ടേക്കാൻ പറഞ്ഞു. എല്ലാ വർഷവും ടൂർ പോകാനായിട്ട് 10 ലക്ഷം രൂപ എത്തിക്കാനായിട്ട്. എല്ലാ വർഷവും 10 ലക്ഷം രൂപയ്ക്ക് ടൂർ. കാരണം 10 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്ന ആൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് ടൂർ പോകാൻ എന്താ കുഴപ്പം? എല്ലാ വർഷവും നമുക്കറിയണം നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്.
കാരണം നിങ്ങളെപ്പോലെ ബിസിനസ്സുകാരൊന്നുമല്ല, വൃത്തിയായിട്ട് പണിയെടുക്കുന്നത്. ആൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ എല്ലാ വർഷവും പുള്ളിക്ക് ഹൈക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്ക് എന്തുകൊണ്ട് എല്ലാ വർഷവും 10 ലക്ഷം ടൂറിന് പോയിക്കൂടാ? അപ്പോൾ ഞാനീ പറയണത് പിശുക്കി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മനസമാനത്തോടെ ജീവിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനാണ് പറഞ്ഞത്. കാരണം അത് പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങളെന്നും പിശുക്കി ജീവിക്കാനല്ല പറഞ്ഞത്. ഞാൻ പിശുക്കി ജീവിക്കാനല്ല പറയണത്, നിങ്ങളുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കാനായിട്ട്. സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ചില ടൈമിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണത്, ഇപ്പോൾ നമ്മളിപ്പോൾ ചില ടൈമിൽ ഒരു ഐഫോൺ വാങ്ങണത്, ശരിക്കും പറഞ്ഞാൽ ഈ ഐഫോൺ നമ്മുടെ ആവശ്യത്തിന് വാങ്ങണം, നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങണല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ചില ടൈമിൽ നമ്മൾ സത്യസന്ധതരല്ലാത്തതിൻ്റെ പേരിൽ ഈ സാധനം വാങ്ങണത്, ഇത് ആരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങണത്. അപ്പോൾ നമുക്ക് ആരെയും കൂസാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ എന്താ അതിനുള്ള സുഖം? ഇപ്പോൾ നമുക്ക് ചില ടൈമിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണം, നമുക്ക് ആരെയും കാണിക്കേണ്ട നമ്മുടെ ഇഷ്ടത്തിനാണെങ്കിൽ നമുക്ക് എവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പീരിയൻസ് അനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയണം എനിക്ക് അതിനുള്ള പൈസ ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നുണ പറയാനില്ല എന്നല്ല ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരെയും ഇമ്പ്രസ് ചെയ്യാണ്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷനിൽ എന്ന് ജീവിക്കാൻ തുടങ്ങും. ദാറ്റ് ഈസ് കോൾഡ് ഓണസ്റ്റി. അല്ലാതെ നമ്മൾ ചിലപ്പോൾ എനിക്കൊക്കെ ഫസ്റ്റൊക്കെ രീതി തോന്നുന്നുണ്ട് ഞാൻ ഒട്ടും നുണ പറയണില്ല. ശരിക്കും പറഞ്ഞാൽ അതല്ല ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ പേരിലാട്ടോ മുടി ഡൈ ചെയ്യണ പരിപാടി എടുക്കരുത്. എനിക്ക് എൻ്റെ ആക്ച്വൽ സാധനം കാണിച്ചാൽ മതി എന്നൊരു തോന്നൽ വന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ പിന്നെ എനിക്കറിഞ്ഞൂടെ ഇവിടെ എത്ര ഓണസ്റ്റിക്കാരുണ്ടെന്നുള്ളത്. എനിക്ക് ആരെയും കാണിക്കേണ്ടത്, എനിക്കുള്ളത് കാണിച്ചാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് തോന്നുന്നു എനിക്ക് 6 pack ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഷർട്ട് ഇട്ടേക്കുന്ന പേര് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല 6 pack അല്ല ഇല്ല എന്നുള്ളത്. അറിയാൻ ഓൾമോസ്റ്റ് അറിയാം എല്ലാവർക്കും. പക്ഷേ നമുക്ക് ചില സാധനങ്ങൾ ഒളിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. ചില സാധനങ്ങൾ പുറത്ത് വരും ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ. ആ സത്യസന്ധത എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? അന്ന് നമ്മുടെ ഫിനാൻസ് കറക്റ്റോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇൻകവും കാര്യങ്ങളും പറയാൻ പറ്റും, എക്സ്പെൻസ് പറയാൻ പറ്റും, അതേമാതിരി എമർജൻസി ഫണ്ട് എത്രയെന്ന് പറയാം, അതിൻ്റെ ഈ അസറ്റും ലയബിലിറ്റിയുടെയും പറഞ്ഞിട്ടുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര ടോട്ടൽ അസറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അസറ്റ്സ് കുറേ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചില ആൾക്കാർ പറയും എനിക്ക് 1 കോടി രൂപ വീടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ 10 കോടി രൂപ പറമ്പുണ്ടെന്ന് പറയും. പക്ഷേ ഈ 10 കോടി രൂപ പറമ്പിനോടൊപ്പം ഒരു 5 കോടി ലോൺ കൊണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അതിനർത്ഥം നിങ്ങളുടെ ആക്ച്വൽ സ്വത്ത് എത്രയുണ്ട്? 5 കോടി ഉള്ളൂ. പല ആൾക്കാരുടെയും പേരെ 10 കോടിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് അറിയാമെന്നുള്ളത്. ഇനി അതേമാതിരി കടങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി വെക്കണം. എന്നിട്ട് നമുക്ക് ചില കടങ്ങളൊക്കെ ഇപ്പോൾ ചില ടൈമിൽ ആൾക്കാർ കടന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പണ്ട് കടന്ന് പറഞ്ഞിട്ട് 26 കടമുണ്ട് പുള്ളിക്കുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി എപ്പോഴും ചെയ്തെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഉള്ള ആൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ 1000, 2000, 30,000 ഒക്കെ ആയിട്ട് കുറേ കടങ്ങൾ, ചെറിയ കടകൾ കൊടുക്കാനുണ്ട്. അത് 20 ഉണ്ട്, ബാക്കി 6 വലുതുള്ളൂ. ഞാൻ പുള്ളിയോട് പറഞ്ഞ് അടുത്ത ബിസിനസ്സിൽ കോൺട്രാക്ടറാണ്, അടുത്ത ബിസിനസ്സിൽ പൈസ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യും ആ 20 കടകൾ വീട്ടും, പിന്നെ 6 കടക്കാരെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട കേസുള്ളൂ. ഇത് 26 കടവും വെച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഈ കടം മാനേജ് ചെയ്യേണ്ട അതിൻ്റെതായ രീതിയുണ്ട്. അങ്ങനെ കടം മാനേജ് ചെയ്യുക. അതേമാതിരി ഈ ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട് നിങ്ങളുടെ ഓരോരുത്തര, അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ റിട്ടയർമെൻറ്റ് ഡേറ്റ് ഉണ്ട്, ഇത് എഴുതി വയ്ക്കാം. ഇവൻ ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ഫിനാൻഷ്യൽ പ്ലാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇത് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വാട്ട് വി ക്യാൻ ഡു. ഈ സാധനം ഞങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങളുടെ ആരൊക്കെയാണോ ഡിസിഷൻ മേക്കേഴ്സ്, നിങ്ങളിരുന്ന് എഴുതി നോക്ക്. എന്നിട്ട് ചോദിക്കും വേർ ആർ യു സ്റ്റാൻഡിങ് ദർ. ഇന്നത്തെ വർക്ക്ഷോപ്പ് ഇത് കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ട ഈ പൊട്ടൻ എന്തൊക്കെ വന്ന് പറഞ്ഞു പോയി എൻ്റെ സമയം കളഞ്ഞെന്നുള്ളത്. പക്ഷേ ഇഫ് യു ഫിൽ ദിസ് നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് വേർ യു സ്റ്റാൻഡ് എന്നുള്ളത്. എന്നിട്ട് ഇതനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഐ ആം ടെല്ലിങ് യു ദാറ്റ് യുവർ ലൈഫ് വിൽ ചേഞ്ച്. പിന്നെ ഇതിലും ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. നമ്മൾ പല ആൾക്കാരുടെയും അറിയാൻ വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം ഫില്ല് ചെയ്ത പരിപാടി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ ഇവിടെ ഇരിക്കണ ഇവിടെ കുറേ ഇവിടെ കുറേ ബിസിനസ്സുകാരുണ്ടല്ലോ ഇവിടെ. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ എനിക്ക് എങ്ങനെയാണ് യൂസഫ് അലി ആവണമെന്നുള്ളത്. ചിലപ്പോൾ യൂസഫ് അലി അല്ലെങ്കിൽ ആരെങ്കിലും ആവണമെന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പണക്കാരുണ്ട് അയാളാവണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പറയണു നാളെ പറഞ്ഞ് ആ ലുലു മൊത്തം നിങ്ങൾക്ക് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലുലു എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 കൊല്ലത്തിനുള്ളിൽ ലുലുവിനെ കുളന്നുകൊണ്ട് നിങ്ങൾ നശിപ്പിച്ചു തരും ലുലു. കാരണം നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ല. വേറെ ഒന്നും വേണ്ട, അത്രയും കാശ് തന്നെ എന്നാൽ മതി, നിങ്ങളുടെ ചിലവ് കൂടും. ഇത് പലപ്പോഴും നമ്മുടെ വിഷയം പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും നമ്മുടെ ഗിയർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിയർ ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ അടുത്ത് ഇൻകം കൂടി വരും. ആ ഇൻകം കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ചിലവ് കൂട്ടും. ഇത് ചിലവ് കൂട്ടിക്ക് വരുമ്പോൾ പലപ്പോഴും ആ ചിലവ് കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഏതെങ്കിലും കൊല്ലം നിങ്ങളുടെ വരുമാനം കുറയും. ആ വരുമാനം കുറയുമ്പോൾ നിങ്ങളുടെ ചിലവ് പിന്നെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല. ആ ടൈമിലാണ് നമ്മൾ പലരും പെട്ടുപോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പണ്ട് ഓഫീസിൽ ഒരാൾ വന്ന് അവർ SIP ചെയ്യേണ്ടായിരുന്നു 23 വർഷമായിട്ട് 2008 10,000 രൂപ വെച്ചിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ പുള്ളിയുടെ 1 കോടി രൂപയായി. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്,
എൻ്റെ ഇപ്പോഴത്തെ വിഷമം അതൊന്നല്ല. കാരണം വെച്ചാൽ ആള് നമ്മുടെ വീഡിയോ കണ്ടപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് SIP ആണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം വെച്ചാൽ അന്ന് എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ SIP ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ ഞാനത് 10,000 SIP ചെയ്തുള്ളൂ. അതിൻ്റെ പേരിൽ അന്ന് ഞാൻ മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് റിട്ടയർമെൻറ്റ് എല്ലാത്തിനുള്ള കാശുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ 1 കോടി കയ്യിലുണ്ടായിട്ട് കുട്ടിയുടെ കല്യാണം കഴിയുമ്പോഴേക്കും ആ 1 കോടി തീർന്നു, അവർ റിട്ടയർമെൻറ്റ് ഫണ്ടില്ല. അതിന് പകരം അന്ന് കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് 10,000 രൂപയ്ക്ക് പകരം 1 ലക്ഷം രൂപയ്ക്ക് SIP ആയിരുന്നെങ്കിൽ അന്ന് ആളുടെ മിനിമം ഇപ്പോൾ 10 കോടി രൂപ ഉണ്ടായിരുന്നു. അത് അന്ന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവായിരുന്നു. പക്ഷേ അതിന് പകരം പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ ആരോടും നിർബന്ധിച്ചില്ല. അതിൻ്റെ പേരിൽ ആ പൈസ അവരെടുത്തിട്ട് ചിലവാക്കി കയ്യിൽ നിന്ന് കാശ് തീർന്നു പോയി. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് കൂടുന്നതനുസരിച്ചിട്ടും നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനനുസരിച്ചുള്ള ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സമയം അധികം ഞാൻ എടുക്കുന്നില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഞാൻ ഇത്രയും നേരം ചോദിച്ചാൽ ഡു യു എഗ്രി വിത്ത് ദിസ്, യു ഹാവ് എനി കൺസേൺ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്. താങ്ക് യു സർ. നിഖിൽ ജി, ഇറ്റ് വാസ് എ വെരി യൂസ്ഫുൾ സെഷൻ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്നുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കുറേ സെറ്റ് ബാക്കുകളുണ്ട്. സപ്പോസ് ഫോർ എക്സാമ്പിൾ ദിസ് കൊറോണ, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ നമുക്കൊരു എന്താണ് വാട്ട് ഇസ് ദ ആൻസർ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാനതാണ് ഫസ്റ്റാണ് ഞാൻ തുടങ്ങിയാൽ പറഞ്ഞത്. മേക്കിംഗ് മണി ആൻഡ് മാനേജിങ് മണി ഇസ് 2 ഡിഫറെൻറ്റ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഈ കൃത്യമായിട്ട് പൈസ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സെറ്റ് ബാക്ക് വന്ന പ്രശ്നം ഉണ്ടാവില്ല. മാനേജ് ചെയ്യാത്തവരാണ് ഈ സാധനം പെട്ടുപോകണം. അപ്പോൾ ഇത് എന്നും എനിക്ക് ഞാൻ പലപ്പോഴും ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ സെഷൻ എടുക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും വിഷയം വെച്ചാൽ ഇപ്പോൾ എന്ന് കൊറോണ എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ ടൈം വന്നിട്ടും റിലയൻസിന് വല്ല പ്രശ്നം പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പിന് വല്ല പ്രശ്നം പറ്റിയിട്ടുണ്ടോ? ബിക്കോസ് ദേ ഹാവ് പ്രൊഫഷണൽസ് മാനേജിങ് ഫണ്ട് ഫോർ ദം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് എമർജൻസി ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിന് എമർജൻസി ഫണ്ട്. ഇപ്പോൾ ഇവർ ഞങ്ങൾ ചെറിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇഫ് യു ആർ മാനേജിങ് യുവർ ഫണ്ട് വെൽ, യു വോണ്ട് ഹാവ് ദിസ് ഇങ്ങനത്തെ ഒരു ട്രബിൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേഴ്സണൽ ഫിനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രബിൾ ഉണ്ടാവില്ല. ആൻഡ് ഈ ട്രബിൾ ഉണ്ടാവുന്ന സമയത്ത് ഇറ്റ്സ് ഓൺലി തിങ് ഇസ് ദാറ്റ് നമുക്കത് ഇരുന്ന് നോക്കണം ഏതാണ് അടുത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത്. ഇത് തന്നെയാണ് ഇതിലെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റ് കാൽക്കുലേഷനെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ബാങ്കിൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കസ്റ്റമർ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ അവർ നമ്മുടെ പ്രോപ്പർട്ടിക്ക് കുറച്ച് ഹൈ വാല്യുവേഷൻ ചെയ്യും. ആ സമയത്ത് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും നിങ്ങൾക്ക് അറിയണം. അതാണ് അസറ്റ്. നിങ്ങൾക്ക് ഇന്ന് ആ സാധനം ഇന്ന് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നു. ഇപ്പോൾ കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇന്നോവ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നോവയ്ക്ക് കാറ് ഇപ്പോൾ 40 ലക്ഷം ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇന്നോവയ്ക്ക് അപ്പോൾ അത് ഇന്ന് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപയാണ്? അത് ചിലപ്പോൾ 30 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് അതിലെഴുതേണ്ടത്, അസറ്റിൻ്റെ വില. എന്നിട്ട് അതിന് എത്ര രൂപ ലോൺ ഉണ്ടെന്ന് എഴുതണം. അതാണ് ലൈബിലിറ്റി. അതേ ഇപ്പോഴത്തെ മാർക്കറ്റ് വില മൈനസ് ലൈബിലിറ്റിയാണ് ഇന്നത്തെ നിങ്ങളുടെ സ്വത്ത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കിട്ടിയില്ല ആൻസർ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത്. So it was really a wonderful session, first of all. ഇവിടെ കൂടിയിരിക്കുന്ന പിള്ളേർക്ക്, കുട്ടികൾക്ക്, so do you have some advices for them how to save money when they are studying or like you know? കുട്ടികൾ Yes. ഓക്കെ, താങ്ക് യു. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ എന്ന് വെച്ചാൽ പാരൻസ് ആണ് അവരുടെ പോക്കറ്റ് മണി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം വെച്ചാൽ ഫസ്റ്റത്തെ കാര്യം കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോക്കറ്റ് മണി ഉണ്ടാവുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. ബാങ്കിലേക്ക് പോക്കറ്റ് മണി കൊടുക്കണം പാരൻസ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ചില വീട്ടിലേക്കുള്ള കാര്യം പറഞ്ഞാൽ എല്ലാ ദിവസവും വാപ്പ ഉമ്മ എൻ്റെ കാശ് തരാൻ പറയുമ്പോൾ 100 രൂപ എടുത്ത് കൊടുക്കും. അങ്ങനെ അതല്ല പോക്കറ്റ് മണി. ഒരു മാസത്തേക്ക് എത്ര രൂപ ചിലവുണ്ടെന്നുള്ളത് നമ്മൾ അവരെ അഡൽട്സ് ആയിട്ട് കാണണം. എന്നിട്ട് അവർക്ക് ഈവൻ നിങ്ങൾക്ക് വൈഫുമാരുണ്ടെങ്കിൽ അവർ ജോലിയിലാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണി കൊടുത്തിരിക്കണം. എന്നിട്ട് ആ പോക്കറ്റ് മണിയിൽ നിന്ന് ഞാനൊരു വീഡിയോ തന്നെ ഒരു ഭാര്യമാർക്ക് എത്ര പോക്കറ്റ് മണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ കണ്ടു നോക്ക്. എൻ്റെ കുടുംബത്തെ എൻ്റെ ഇളയച്ചന്മാർ എൻ്റെ അങ്കിൾമാരെല്ലാവർക്കും എൻ്റെ ദേഷ്യമായി. അല്ല ഞാൻ ഭാര്യമാരാണെങ്കിലും ഭാര്യമാർക്കും കൊടുക്കണം എന്ന് പറഞ്ഞത്. 2 പേരും കൊടുക്കണം എന്നുള്ളത് സീരിയസ്ലി. കാരണം വെച്ചാൽ ഭാര്യമാരാണെന്നുണ്ടെങ്കിലും എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ അവർക്ക് ചിലവ് കൊടുക്കണ്ടേ. പിന്നെ അടുത്ത കാര്യം വെച്ചാൽ വില്ല എഴുതുമ്പോൾ കൃത്യം അവർ അങ്ങനെ ഭാര്യമാരുള്ളവരെ വില്ല കൃത്യമായിട്ട് എഴുതണുണ്ടോ. കാരണം വെച്ചാൽ ഇത് സുഹറാക്കുള്ളതും ഇതും പാത്തുമയ്ക്കുള്ളതൊക്കെ കൃത്യമായിട്ടുണ്ടാവണം അതിൽ. അത് കറക്റ്റ് ആയിരിക്കണം. അല്ലാണ്ട് അവിടെ നമ്പർ 1 ഒന്നും എഴുതട്ടെ, ഇൻക്ലൂഡിങ് പാൻ നമ്പർ എഴുതി വയ്ക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം പ്രത്യേകിച്ചും വേറെ സെറ്റപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻക്ലൂഡിങ് പാൻ നമ്പർ എഴുതണം.
കാരണം മറ്റേ രജിസ്ട്രേഷനൊന്നും കറക്റ്റ് ഉണ്ടാവില്ലേ, അത് വലിയ പ്രശ്നം അത്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് അപ്പോൾ ഇക്കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്ക് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒന്ന്, എൻ്റെ മോന് ധ്രുവ് എന്ന് പറഞ്ഞാൽ അവന് 2 വയസ്സുള്ളൂ. അവൻ ജനിച്ച് തന്നു തുടങ്ങിയിട്ട് ഞാൻ ജനിച്ച് 1 മാസം കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഞാൻ SIP തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോള് ജനിച്ചപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ SIP ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ ഉദ്ദേശം വെച്ചാൽ അവർ ജോലി കിട്ടുന്നവരെ ഞാൻ SIP ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരോട് ഇപ്പോഴേ ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കുക എത്ര രൂപ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ജാടേ പിള്ളേർക്ക്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ട് പൈസ ഇല്ലാന്ന് പറയും അത് പൊട്ടിച്ചിട്ട് പറയും. അപ്പോൾ ഞാൻ പിള്ളേരോട് പറയും ഇത് 18 വയസ്സായിട്ടേ പൊട്ടിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത അച്ഛൻ്റെ പൈസ വേണമെന്ന് പറയും. എന്നിട്ട് എൻ്റെ കാര്യത്തിലുള്ളൂ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഞാൻ അടച്ചു കൊടുക്കും. എന്നിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അന്നത്തെ എത്രയാണോ ശമ്പളം കിട്ടുന്നത് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ പകുതി പൈസ SIP അടയ്ക്കണം. അത് അടയ്ക്കണമെങ്കിൽ എൻ്റെ ബേസിക് കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 100 കോടി എത്തും ആ റിട്ടയർമെൻറ്റ് ഏജിൽ. സിമ്പിളാണ്. കാരണം വെച്ചാൽ അവർ ഈ പ്രായത്തിലാണ് തുടങ്ങണതേ. അവർ ജനിച്ചപ്പോൾ എൻ്റെ മോനിപ്പോൾ അവന് വേറെ ഒന്നും വേണ്ട, ശമ്പളം കിട്ടേണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത് പകുതി അവൻ സേവ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവന് ഈ പണി മാത്രം മതി 100 കോടി മിനിമം റിട്ടയർമെൻറ്റ് ഏജിലുണ്ടാവും. എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ ക്ലയൻസിനും കൂടെ ചെയ്യിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ആമൊക്കെ അതിൻ്റെ ഞങ്ങൾ വലിയ സെറ്റപ്പാണ് ഒരുമിച്ച് ചെയ്യണത്. അപ്പോൾ എൻ്റെ എല്ലാ ക്ലയൻസിനും ഞാൻ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഇവർക്ക് എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് അത്രയും കാശ് പിള്ളേർ കൊടുത്താൽ ചീത്തയാവുന്നു. ഇല്ല, SIP ചെയ്യണമെന്നുള്ള ഗുണം വെച്ചാൽ ഇത് പതുക്കെ വളരുന്നത്. അത് കാണുമ്പോൾ ദേ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് മണി. എൻ്റെ അവരൊരിക്കലും ചീത്തയാവില്ല. നമ്മളിങ്ങനെ കറക്റ്റ് വാല്യൂ പഠിപ്പിച്ചു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന പിള്ളേർ ഒറ്റണം ചീത്തയാവില്ല. ഇത് നമ്മൾ ഈ ഓർക്കാപ്പുറത്ത് കൊടുക്കുമ്പോഴാണ് പിള്ളേർക്ക് അങ്ങോട്ട് മറ്റേ പെട്ടെന്ന് കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാണ്ട് ഇത് പിള്ളേർ കണ്ടുവരല്ലേ. സോ ദേ വാല്യൂ ദാറ്റ് മണി. എനി അതർ ക്വസ്റ്റ്യൻ? ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക്സ്. ഞാനിപ്പോൾ ഇങ്ങനെ വളരുന്ന പിള്ളേരുണ്ടല്ലോ, ഇവർക്ക് മിക്ക ആൾക്കാരും ഇത്തിരി മെച്യൂർഡായിരിക്കും. അപ്പോൾ ഇവർക്ക് തുടക്കത്തിൽ തന്നെ ഇപ്പോഴത്തെ ഇപ്പം എൻ്റെ ക്ലയൻസിൻ്റെയൊക്കെ തന്നെ പിള്ളേർക്ക് എന്ന് വെച്ചാൽ 50,000 1 ലക്ഷമൊക്കെ ഈസി ആയിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പല പിള്ളേരുടെയും കാര്യം വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇപ്പോഴത്തെ കാലത്തിൽ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പഠിക്കുമ്പോൾ 5,000 രൂപയ്ക്ക് ചിലവ് മതി. പക്ഷേ എന്ന് ജോലി കിട്ടുന്നു അന്ന് തുടങ്ങിയിട്ട് 25,000 ശമ്പളം കിട്ടുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ 25,000 ചാടും. ശരിക്കും അവർക്ക് ചാടേണ്ട കാര്യമില്ല. ഈ മര്യാദയ്ക്ക് പൈസയുടെ വാല്യൂ ആണ് പിള്ളേരുണ്ടെങ്കിൽ 5,000 തന്നെ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഞാൻ പറഞ്ഞ ഫസ്റ്റ് തന്നെ പിള്ളേർക്ക് പൈസ കൊടുത്ത് പഠിപ്പിക്കണം. ആൻഡ് അവർക്ക് പൈസ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ എത്ര സക്സസ് ആവുന്നുള്ളത്. ഞാൻ മോൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇത്ര സിമ്പിളാണ്. മോൾ പറഞ്ഞ് എനിക്ക് ടാബ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടാബിന് ഞാൻ പറഞ്ഞു ഞാനൊരു വില കാണിച്ചു കൊടുത്തു 45,000 രൂപ ടാബിന് വില. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ ദിവസവും മോൾ എന്നെ നന്നായി ഇരിക്കണമെങ്കിൽ 500 രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയും അപ്പോൾ 500 രൂപ വെച്ച് എല്ലാ ദിവസവും ഞാൻ മോൾക്ക് കൊടുത്തു. എന്നിട്ട് അപ്പോൾ പിന്നെ മോൾക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പിന്നെ വിഷു മറ്റേ സാധനം അതൊക്കെ വന്നപ്പോൾ അച്ഛന്മാർ കാശ് കൊടുക്കുമല്ലോ, അതും കൊച്ച് ഡ്രസ്സ് വാങ്ങേണ്ട ഇതിൽ സേവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഷീ റീച്ച് ദാറ്റ് 45,000 റുപ്പീസ്. ഈ പറഞ്ഞ തിരിച്ച് അത് 6 മാസമായിട്ട് എടുത്ത് ചെയ്തു വരാനായിട്ട്. എന്നിട്ട് ടാബ് വാങ്ങി. എന്നിട്ട് ഇപ്പോൾ എനിക്ക് അത് സത്യം പറഞ്ഞാൽ ഇത് മോള് ടാബ് വാങ്ങിയാലല്ല എനിക്ക് സന്തോഷം. മോളിപ്പോൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ കസിൻസിനൊക്കെ എന്തെങ്കിലും വേണമെന്നൊക്കെ പറയുമ്പോൾ അവരോട് പറഞ്ഞു വെച്ചാൽ എന്തിന് ഇത്ര ടെൻഷൻ അടിക്കണത്, എല്ലാ ദിവസവും 100 രൂപ വെച്ചിട്ട് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ വിഷുവിനുള്ള പൈസ എടുത്ത് മാറ്റി വെച്ചുകൂടെ, അങ്ങനെയാണ് നമുക്ക് വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ദേ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഈവൻ ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ പിള്ളേരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക ഈ കഴിവിനത്. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ പിള്ളേർക്ക് പൈസ കിട്ടുമ്പോൾ അവർക്ക് അങ്ങനെ ചിലവാക്കാൻ പറ്റില്ല. ഇത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പൈസ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും ചിലവാക്കിക്കോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഇവർ ഏറ്റവും വലിയ ഡേഞ്ചർ ഒരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കോളേജിലൊക്കെ പോയിട്ട് ഇങ്ങനെ കോളേജിൽ സ്കൂളിൽ വെച്ചിട്ട് തിരുവനന്തപുരത്ത് സ്കൂളിൽ വെച്ചിട്ട് ഞാൻ സംസാരിക്കണം. അപ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ ഉള്ള കൊച്ചു പിള്ളേരാട്ടോ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച് പൈസ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ പാരൻസിന് പൈസ കിട്ടുമ്പോൾ അവരെന്താ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാം, പിള്ളേർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം എന്നുള്ളത് പിള്ളേർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും അച്ഛൻ എന്താ അറിയുമെന്ന് ചോദിച്ചു. വാട്ട് ഈസ് എ ഫസ്റ്റ് തോട്ട്? അപ്പോൾ പിള്ളേർ പറഞ്ഞ കാര്യം വെച്ചാൽ EMI എന്ന്. ശരിക്കും പറഞ്ഞാൽ ആ പേരൻസ് ആ പിള്ളേരോട് ചോദിച്ചിട്ട് അത് ദ്രോഹം കാണിച്ചിട്ടുണ്ട്. EMI എടുക്കാൻ പഠിപ്പിച്ചു കൊടുത്തേക്ക്. അതിന് പകരം ആ പിള്ളേർക്ക് വിളിച്ച് SIP അടയ്ക്കണം പറഞ്ഞു കൊടുത്താൽ ആലോചിച്ച് നോക്കിയേ. പിന്നെ പിള്ളേർക്ക് പറ്റുമോ ചിലവാക്കാനായിട്ട്? ഈ SIP എന്ന് പറഞ്ഞാൽ എന്താ? SIP എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാസർഗോഡ് ഇരിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല. ഞാനൊന്നും പറഞ്ഞത് SIP എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇത്രയും വിചാരിച്ചാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ 5ാമത്തെ രാജ്യമാണ്. 5ാമത്തെ രാജ്യമാണ്. ഈ സാധനം ഇപ്പോൾ എന്താ പറയുക 4 ട്രില്യൺ അല്ലെങ്കിൽ 5 ട്രില്യൺ ക്ലോസ് ടു എക്കണോമിയാണ്. ഇത് ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞാൽ ഈ സാധനം മിനിമം ഇതിൻ്റെ ഡബിളോ ത്രിബിളാവും. ഇത് ട്രിബിളോ ഡബിളാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ഗവൺമെൻറ്റും വന്നിട്ട് കാര്യമില്ല. ഇവിടെ ബിസിനസ് വളരണം. ഈ ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ
ആൾക്കാരുടെ അടുത്ത് പൈസ ഉണ്ടാവും. ഈ സാധനത്തിലാണ് നമ്മൾ ഈ പൈസ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളും അതിൻ്റെ ഓണറാവേണം. അപ്പോൾ ഇവിടെ ഏത് ഗവൺമെൻറ് വന്നാലും ശരി, ഇന്ത്യയിൽ ഇത്ര ജനസംഖ്യയുള്ള സ്ഥലമുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യ വളരുന്നുള്ളത് ഇവിടെ അമേരിക്കയിലത്തെയും ചൈനയിലത്തെയും കമ്പനികളുടെ ആവശ്യമാണ് ഇന്ത്യ വളരുന്നുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ഉണ്ടാവുള്ളൂ. അവർക്ക് വിറ്റാലേ ഈ കമ്പനികൾക്ക് വലുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളേക്കാൾ ആവശ്യമാണ് അമേരിക്കയിലത്തെ കമ്പനിക്ക് ഇവിടെ, ഗൂഗിളിൻ്റെ ആവശ്യമാണ് ഇന്ത്യയിൽ ഇത്രയും കസ്റ്റമർ ബേസ് ഉണ്ടാവണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗൂഗിളിന് പറ്റുള്ളൂ. അവർ നമ്മളെ പണക്കാരനാക്കും. അപ്പം നോക്കണമെങ്കിൽ ഇതിനേക്കാളും വലിയ വിരോധാഭാസം ഇന്ത്യയിലുണ്ട്. ഇവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ 136ാമത്തെ റാങ്കാണ്. മനസ്സിലായോ? നമ്മുടെ എന്ന് വെച്ചാൽ $27,000 ഇവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ. ചൈനയിലെ 17,000 അമേരിക്കയിലെ $86,000. എല്ലാം ഡോളറിലാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സാധനം, ഈ ചൈനയും ഈ പറഞ്ഞ $22,700 എത്തിക്കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒറ്റ പോക്കങ്ങോട്ട് പോയത്. ഈ സാധനം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു. ഈ സാധനം ഇന്ത്യയിൽ നടന്നേ പറ്റൂ. ഇത് അല്ലെങ്കിൽ ലോകം നടക്കില്ല ഈ സാധനം. ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് SIP ചെയ്യാൻ പറഞ്ഞത്, നത്തിങ് എൽസ്. ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്ന് വലിയ മിടുക്കന്മാരായ ബിസിനസ്സുകാരായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ക്യാൻ യു കോമ്പീറ്റ് വിത്ത് ടാറ്റ? ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ടാറ്റനായിട്ട് പാർട്ട്ണർ ആവാനുള്ള അവസരമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് വളരെക്കാളും കൂടുതൽ അടുത്ത 30 വർഷത്തിൽ ഈ കമ്പനികൾ വളരും. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരുത്തൻ IIM അവിടെ നിന്ന് പഠിച്ച CEO വന്നിട്ട് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യണം. വാട്ട് എൽസ് യു വാണ്ട്? ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. ഇതെത്രയേ ഉള്ളൂ പരിപാടി. ആ പറയൂ. I've given them some work, so I pay them as a part of their work. അതുകൂടാണ്ട് വീട്ടിൽ മകളാണ് ചിലവാക്കണത്. So she's well aware, so what is the livelihood expenses, everything. അപ്പം ഞാൻ ചിലവാക്കാറില്ല. And like recently my sister joined my company. അപ്പം ഓഫീസ് കംപ്ലീറ്റ് ചിലവും കാര്യങ്ങളൊക്കെ അവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. സോ ദേ നോ how much they are spending, so what is the importance of making money before they spend. ഐ തിങ്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ പിള്ളേരെ കാനഡയിലേക്ക് അവിടേക്കൊക്കെ വിടാനാണ് നോക്കുന്നത്. അതിന് പകരം ഏറ്റവും നല്ല ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സാണ്. ഐ തിങ്ക് യു ഷുഡ് ഇൻവോൾവ് ദം ഇൻ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ ഇതാണ് ഏറ്റവും. ഇപ്പോൾ ഞാൻ ഈ സാധനം പറഞ്ഞപ്പോൾ തന്നെ ഈ ജിന്തൽ ഇപ്പോൾ അടുത്തൊരു കോൺഫറൻസിൽ പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ ആളുടെ മകൻ ഹാർവേഡിൽ പോയി പഠിച്ചു വന്നു. ആ ടൈമിൽ പുള്ളി ഹാർവേഡിൽ പോയി മോൻ പഠിച്ചു വന്നപ്പോൾ പാർത്ഥാന്ന് എന്താണ് പേര്, ആചകൻ പറഞ്ഞു, ആ പയ്യൻ പറഞ്ഞു നമുക്ക് പോയിട്ട് ഏതോ ബാംഗ്ലൂരുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ജിന്തൽ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാം പോയി കണ്ട് എന്നിട്ട് പറഞ്ഞ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. കാരണം വെച്ചാൽ ഇത് ഞാനുണ്ടാക്കിയ പൈസയാണ്, ഈ കാശ് നീ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണ്ട, അത് നീ കാശുണ്ടാക്കി എന്നിട്ട് നീ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പഠിപ്പിക്കേണ്ടതിൽ നിങ്ങളുടെ വലുതോ ചെറുതോ ആയിക്കോട്ടെ ആ ബിസിനസ്സിൽ റൺ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക. ചിലപ്പോൾ നിങ്ങൾ ചെയ്യണത് കാസർഗോഡ് വെച്ചായിരിക്കും കളിക്കണത്, പിള്ളേർ കളിക്കണത് ഓൾ ഇന്ത്യ ലെവലിലായിരിക്കും. സോ ദേ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ വിസ്റ്റം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ ഇനി ലിസ്റ്റ് ചെയ്യാൻ പോണത്. സോ യു നെവർ നോ. അപ്പോൾ ഞാനീ പറഞ്ഞത് ശരിക്കും ഈ പറഞ്ഞ പൈസ ഈസ് മോർ ഓഫ് എ മണി മേക്കിംഗ്. ഐ എം ടോക്കിംഗ് അബൌട്ട് മണി മാനേജിങ്. അപ്പോൾ ഇത് രണ്ടും ആവശ്യമാണ്, രണ്ടും ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. യാ ഗുഡ്. ആ അല്ല, അത് ശരിക്കും നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലാണ് അറൈവ് ചെയ്തിട്ട്. വി ഹാവ് അത് ജനറലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് 50% ചിലവ് നിർത്താം, ഒരു 30% നിങ്ങളുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് നിർത്താം, 20% ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് മിനിമം ചെയ്തിരിക്കണം. അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റി അത്രയും നല്ലത്. ആളുകളനുസരിച്ച് മാറും കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു തിരിച്ചറിവ് നൽകാൻ വേണ്ടിയിട്ട് നിഖിൽ സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ കാസർഗോഡുകാരുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിച്ച സമയത്തിന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അദ്ദേഹത്തോടുള്ള നല്ലൊരു ആദരവ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം അതിനെക്കുറിച്ച് 2 വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകൾ 2-3 ആൾക്കാർ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കനായ രാമേന്ദ്രൻ സാർ ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്ന് ഈ പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്ത് സംസാരിക്കണം. Thank you, dear President, Mr. Samaprasad, President and functionaries of Lions Club of Chandragiri, and eloquent speaker, crowd puller. Actually, when I saw this ad on the screen, the name Mr. Gopalakrishna
strike me very much because very recently I read a book that's about Indian managers. The author is Mr. Gopalakrishnan. He was the vice president of Tata Sun. And about 2 months back, he came to Mangalore. And I thought I lost that chance to interact with him. Again, this gentleman is coming to Kasaragod. I wanted to stay back. In fact, Mr. Farouk asked me, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് Mr. Abdul Salim എന്ന് പറഞ്ഞിരിക്കുന്ന film director, he was waiting for me in campus for a film recording. And even I told him that let us postpone for today. I'll be getting back only to Madikeri tomorrow morning. അപ്പോൾ രണ്ട് പ്രതീക്ഷ എന്ന രീതിയിൽ, ബിക്കോസ് ഞാൻ ഡൽഹിയിലുള്ള ഒരു സ്കൂൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ entrepreneurship is introduced as a curriculum in Delhi schools when Mr. Sisodia was the education minister. So I had visited and interacted with the students, like Madam narrated a story what in her life is happening. The then government had distributed 2,000 rupees to all students of government schools from 7th to 12th standard. That's called the seed fund. It is up to them to decide. So children started like newspaper vending, selling vegetables and making. And every weekend, the mentor is there in their class, a senior school teacher. He has to give a presentation. I got last week to 2,000 rupees and I had the liberty to spend that money. I made 2,700. Children started giving stories. So the alumni of the institution, the entrepreneurs used to visit once a month, like the Chamber of Commerce of Delhi sponsoring those programs and giving them their own stories. So what I did in my school is I have introduced a financial literacy program from 6th onwards. And I know very recently when the board exam happening, I saw one student was reading a book. I thought he is reading English poem. But the moment I snatched the book, he was reading the latest book published in Washington that's about business. So the youngsters nowadays, they are very much aware about how the money can be better spent. Children know the A to Z of the stock exchange market. We set uncertainty and people know how what is going to affect. Like what happened in the Trump administration when the tariff war is going on. We know in the corporate sector, more than $8 million lost even for Ambani's Reliance industry. That is not affecting their business. So Mr. Farouk Kasmi raised this issue, these uncertainties, because the definition of profit is the reward for taking uncertainty and risk. Once our children are aware about how money can be earned, how my parents are earning money, children must know. We have to involve what the speaker narrated 2-3 his own life experience story. That matters a lot for us. I make all my financial decision. I discuss with my family members. I discuss with my sons because they both are earning money from UK. So every day what they want to spend, they discuss with me. How I invest, I discuss with them because they are my inheritors. So this way, when I come to the conclusion, it is really a very useful, educative, as well as practical-oriented session, and all those points. The basic things, we people are, I am very much aware about what is my income, what is my expenses, what is my obligation. My obligation is only income tax payment. But what happened, that means, till last 4 or 5 years, 4 or 5 years back, my mind was ready. I had been doing how to manipulate all these things. Nowadays, if I work for 12 months, I work for myself 8 months only. The remaining 4 months, my mind is not that level to adjust when I pay, because December, January, February, the money which is going. So our maturity, though I am honest, but our maturity no. So about all these contents are very useful, utility, I appreciate.
the host, Mr. Samaprasad and his team, and the Lions Club for organizing such a wonderful event. No doubt at all, Venugobalji Patnadupole, it will be a wonderful, amazing session. I learned some important points. I made a note. So thank you very much. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടോക്ക്. അപ്പോൾ നേരത്തെ റൂബി ചോദിച്ച പോലെ ഈ കുട്ടികൾക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കണം എന്നുള്ളത്, അപ്പം ഞാനെപ്പോഴും പലപ്പോഴും എൻ്റെ പേഷ്യൻസ് പറയാറുണ്ട്, സർ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, സാധാരണ രീതിയിൽ ഒരാൾക്ക് ഫസ്റ്റ് ഒരു ശമ്പളം കിട്ടുമ്പം ആദ്യം അവർ ചെയ്യുന്നത് എന്തായിരിക്കും എന്നുള്ളത് നാച്ചുറലി ഒരു മൊബൈൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശമ്പളം മതിയാതാവും, പിന്നെ ശമ്പളം ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ കുറച്ചും കൂടി ശമ്പളം അധികം കിട്ടുമ്പം പിന്നെ കുറച്ചും കൂടി വലിയ മൊബൈൽ വാങ്ങിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിയുമ്പം പിന്നെ ഒരു വണ്ടി മേടിക്കണം. ആ വണ്ടി ഒരു ബൈക്കോ ആയിരിക്കും, യൂഷ്വലി 2 വീലർ ആയിരിക്കും. ഇത് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാലങ്ങൾ അങ്ങ് പോകുമ്പം വണ്ടി കുറച്ച് വലുതാവും, ഒരു കാറാവും, അടുത്തതാവുമ്പോൾ പിന്നെ വീടായി. സോ ഇതൊക്കെ നമ്മുടെ ചിലവ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതിന് നമുക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല, നമുക്ക് ലയബിലിറ്റി ആയിട്ട് തന്നെ കാണണം ഇതൊക്കെ, ഈ ചിലവുകൾ. അപ്പോൾ ഇതൊരു മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയും. അപ്പോൾ കിട്ടിയ പൈസ എങ്ങനെ ചിലവാക്കുക, ആ ചിലവിന്ന് പിന്നെയും ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് എത്ര നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാം അത്രയും നമുക്ക് ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ സ്കൂൾസിൽ ഒരിക്കലും ആരും പഠിപ്പിച്ചു കൊടുക്കാറില്ല. അത് അവിടെ നിന്നാണ് മാറേണ്ടത്. അത് ചിലവ് കൂട്ടുക എന്നല്ല, അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച്, ഞാൻ പറയാം വീട് കെട്ടിക്കോ, പക്ഷേ വീട്ടിൽ നിൽക്കണ്ട, വാടകയ്ക്ക് കൊടുക്കുക. നിങ്ങൾ ചെറിയ വാടകയ്ക്ക് നിൽക്കുക, അത് കുറച്ചും കൂടി വലിയ വാടകയ്ക്ക് കൊടുക്കുക. വണ്ടി മേടിച്ചോ, പക്ഷേ ടാക്സി ആയിട്ട് ഓടിച്ചോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ ഇത് ലേൺ ദ ഹാർഡ് വേ, നമുക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരുപാട് വായിച്ചിട്ടും അനുഭവിച്ചിട്ടും ഇങ്ങനെ പഠിക്കുന്നതാണ്. അപ്പം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പറയും, അയ്യോ സാറ് സ്വന്തമായിട്ട് വീടില്ല. ഞാൻ എന്തിനു സ്വന്തമായിട്ട് വീടിൻ്റെ ആവശ്യം എന്താണ്? വാടകയ്ക്ക് നിന്നോ, എന്നിട്ട് പിന്നെ കുറച്ച് ഒരു ലെവലിൽ ബിസിനസ് വളർന്നതിന് ശേഷം വീട് വെച്ചോ. അല്ലാതെ ആദ്യമേ വീട് വെച്ച് ജീവിതകാലം മുഴുവനും ഈ ലോൺ അടച്ച് തീർക്കുന്ന ഒരു ട്രാപ്പിലാണ് പലരും പോകുന്നത്. അതുപോലെ ഏറ്റവും വലിയൊരു ശാപമാണ് ഈ കല്യാണ ചെലവ്. ഈ കല്യാണ ചെലവ് നമ്മുടെ ഒരു സൊസൈറ്റീൻ്റെ ശരിക്കും ഒരു ശാപമായിട്ട് എനിക്ക് കാണുന്നത്. കാരണം ഒരുപാട് ലോണും കാര്യങ്ങളും അതൊക്കെ എടുത്തിട്ട്, പിന്നെ അതും ഇപ്പോഴത്തെ പണ്ടത്തെ പോലെയല്ല. അത് മാരേജ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും വെരി വെരി ക്വസ്റ്റ്യനബിളാണ്. 2-3 വർഷം കഴിഞ്ഞ് പോയി, ഈസ് ഗോൺ. പിന്നെ ഈ ഫാദർ ഹാസ് ടു ബെയർ ദ ലോൺ. ഈ മകളെ പ്രശ്നവും, അവർക്ക് അതിൻ്റെ ഇടയിൽ 2 കുട്ടികളുണ്ടാവും. സോ ഇതൊക്കെയാണ് ഈ സൊസൈറ്റീൻ്റെ പ്രശ്നം. അപ്പോൾ ഐ തിങ്ക് ദിസ് സോർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ സ്കൂൾ. നമ്മൾക്ക് ഈ ഒരു പ്രായത്തിലാണ് ഇതൊക്കെ കേൾക്കുന്നത്. പക്ഷേ ഇനിയുള്ള ജനറേഷൻസിനെങ്കിലും ഇങ്ങനെയുള്ള ടോക്സ് ഇത് സ്കൂൾ ലെവലിൽ തന്നെ തുടങ്ങണം എന്നാണ്. സർ, താങ്ക് യു സോ മച്ച്. അടുത്തത് 2 കാര്യം പറയാനുണ്ട്. ഒന്നെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ പിന്നെ ഉത്സവങ്ങളുണ്ട്, ആറാട്ട്, ഭരണി എന്നെല്ലാം പറഞ്ഞിട്ട്. ഫാറൂഖേ, അപ്പോൾ വീട്ടിൽ നിന്ന് ഉത്സവത്തിന് പോകുന്ന സമയത്ത് അമ്മ ഒരു 10 റുപ്യ തരും. 10 റുപ്യ ഒന്ന് വലിയ പൈസയാണല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ. സാർ എന്നിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തരുമ്പോൾ പറയുന്നത് ചിലവാക്കാൻ പാടില്ല എന്നാണ്. ഭയങ്കര ടെൻഷനാണിത്. 10 റുപ്യ കീസിലുണ്ടാവും, ഒരു മുട്ടായി പോലും വാങ്ങാൻ പറ്റില്ല. ഇത് അതേപോലെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ ഫിനാൻഷ്യൽ ക്ലാസ് എടുക്കുകയായിരുന്നു. ഇത് ഭയങ്കര ടെൻഷനാണ്. ഇത് വീണാ പറയുന്നത് ഇത് തിന്നു എന്ന് പറയും. അപ്പോൾ ഇത് വീട്ടിൽ അതേപോലെ ഉത്സവം ആഘോഷിക്കാനും പറ്റൂല, ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റൂല. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ ഒരു കഥ നമ്മൾ അദ്രയിൻ്റെ, നമ്മുടെ അങ്കക്കളയിലും അദ്രയുണ്ട്. അദ്രൈ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ അദ്രൈ എന്ന് വിളിക്കുമോ. അപ്പോൾ ഈ ഭരണി ഉത്സവത്തിന് ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കച്ചവടം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കോഴിക്കോട് നിന്ന് അലുവ കൊണ്ടുവന്നിട്ട് വിൽക്കലാണ്. അലുവ കോഴിക്കോട് ബൾക്കായിട്ട് വാങ്ങും. ഇപ്പം ഇവൻ്റെ 2 ചങ്ങായിമാർ, ഇത് നടന്ന സംഭവമാണ്, 2 ചങ്ങായിമാർ കോഴിക്കോട് അലുവ വാങ്ങാൻ പോയി. അലുവ ഇങ്ങനെ പാഴിൻ്റെ ഇത് കെട്ടിയിട്ട് വാങ്ങും. അപ്പോൾ ഇത്ര അലുവ വാങ്ങി. അപ്പോൾ കോഴിക്കോട് നിന്ന് കിട്ടിയത് ഇത്രക്ക്, ഇവിടെ വന്ന് ഭരണി ഉത്സവത്തിന് വിറ്റാൽ അത് ഇത്ര പൈസ ലാഭം കിട്ടും. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ലാഭം അവിടെ തന്നെ ചിലവാക്കി. കിട്ടാൻ പോകുന്ന ലാഭം അവിടെ സിനിമയെല്ലാം നോക്കി ഒരു റൂമെല്ലാം എടുത്ത് നിന്ന് അടിപൊളിയാക്കി. അവസാനം അലുവ കംപ്ലീറ്റ് ബാക്കിയായി. ഇത് ഞങ്ങളുടെ അറിവിലുള്ള ഒരു ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞാൽ സാറ് സുരേഷ് സാറ് പറഞ്ഞ പോലെ ഞാനൊരു അധ്യാപകനാണ്. എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ
വളരെ നേരത്തെ സാറിൻ്റെ ക്ലാസ് എല്ലാം കിട്ടിയില്ലെങ്കിൽ അടുത്ത പോലെ ഞാൻ റിട്ടയർ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു SIP ഇല്ല, ഒരു സംഭവമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ സത്യത്തിൽ വളരെ എഫക്റ്റീവ് ആവും ഈ സാധനം. കുട്ടികൾക്ക് നമ്മൾ ഭണ്ണാരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പണ്ട് ഭണ്ണാരത്തിലിടും. പക്ഷേ ഭണ്ണാരത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ തുറക്കാൻ പറ്റും. ഇപ്പോൾ തുറക്കാൻ പറ്റാത്ത ഭണ്ണാരം വന്നിട്ടുണ്ട്. ഭണ്ണാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കും, ഉണ്ട് ബോക്സ്. അതെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ ഈ കാസർഗോഡ് ഏരിയയിൽ സാറേ ഇത് ഭയങ്കര ഭീകരമാണ്. കുട്ടികൾക്ക് പൈസേനെ കുറിച്ചൊന്നും അത് കാരണം ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾ തന്നെയാണ്. ഒരു പെൻസിൽ ചോദിച്ചാൽ ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങിക്കൊടുക്കും. ഏറ്റവും മികച്ച ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വാങ്ങിക്കൊടുക്കുന്നത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ചെറുത് വാങ്ങിക്കൊടുക്കില്ല, ആദ്യം തന്നെ ഏറ്റവും ടോപ്പ് ഹൈ വേരിയൻ്റാണ് വാങ്ങിക്കൊടുക്കുന്നത്. എൻ്റെ സ്കൂളിൽ ഒരു ദിവസം ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ബാക്കിയായി, ക്ലാസ്സിൽ ബാക്കിയായി. അപ്പം ഞാനിത് എടുത്തു വെച്ചു, എൻ്റെ ക്ലാസ്സിലായിരുന്നു. എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി, ആരും ചോദിക്കുന്നില്ല. പിറ്റേ ദിവസം ചോദിക്കുന്നില്ല, ഒരാഴ്ച ഒരാളും ചോദിച്ചില്ല. എൻ്റെ ബോക്സ് കാണാതായിരുന്നു, ഒരാളും ചോദിച്ചില്ല. എൻ്റെ സ്കൂളിൽ നടന്ന സംഭവമാണ്. ഒരാഴ്ച ഞാൻ നാണക്കേടായി, ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഈ ബോക്സ് കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോയി. ആരുടെയെങ്കിലും ബോക്സ് മിസ്സായിനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടി എണീറ്റ് പറഞ്ഞു, സാർ എൻ്റെ ബോക്സ് മിസ്സായി. ഇതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അതാണ്. അപ്പോൾ നീ എന്താ ചോദിക്കാത്ത? അത് ഉപ്പ വേറെ വാങ്ങി തന്നു. ഉപ്പ വാങ്ങി തന്ന ബോക്സ് കാണിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് സാധനം. അപ്പോൾ ഈ പഴയ ബോക്സ് കട പോയി എന്ന് ഉപ്പ ചോദിച്ചിട്ടില്ല, എവിടെ പോയിന്ന് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അതിൻ്റെ കടവിൽ ബോക്സ് വാങ്ങി കൊടുത്തു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. അപ്പോൾ ഇന്ന് കുറച്ചൊരു ടിപ്സ് കിട്ടിയ. പക്ഷേ സാറ് സൂപ്പർ, ആ തൃശ്ശൂർ ആക്സെൻറ്റ് സൂപ്പറായിരുന്നു. പക്ഷെ പ്രശ്നം ഇവിടെ പറ്റിയത് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റായി പോയെന്ന് സംശയം. ഒന്ന് പിക്കപ്പ് ചെയ്യുമ്പോഴേക്ക് തന്നെ അടുത്തത് വന്നു സാധനം. ഒരു ദിവസം ഫുള്ള് ഇരുത്തിയിട്ട് നമുക്കിത് കേൾക്കണം. അതാണ്, വേറൊന്നും പറയാൻ. ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഏറ്റവും വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. അതിൽ നമുക്ക് സാർ ആദ്യം പറഞ്ഞ ഈ 6 ടിപ്സും ജനറലായിട്ട് നമുക്ക് കുറേയൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ എസ്പെഷ്യലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് മുസ്ലിം റിലീജിയനെ സംബന്ധിച്ചിടത്തോളം, അതായത് കുട്ടികളിൽ പൈസ കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ മുസ്ലിം റിലീജിയനിൽ പൊതുവെ എന്നല്ല എല്ലാവരും പറയാറ്. പക്ഷേ ഫസ്റ്റ് ആദ്യമായിട്ടാണ് കുട്ടികളിൽ പൈസ കൊടുത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് സാറാണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പഠിച്ചത് അങ്ങനെയാണ്, കുട്ടികളിൽ കൊടുത്താൽ അവർ നശിച്ചു പോകുന്നുള്ളൊരു ശീലമാണ് ഞങ്ങളെ രക്ഷിതാക്കളൊക്കെ പഠിപ്പിച്ച് വന്നിരുന്നത്. പക്ഷേ കുട്ടികൾ കൊടുത്തുകൊണ്ട് അതെങ്ങനെ സേവിങ്സ് ആക്കി എടുക്കണം എന്നുള്ള രീതി സാറിൻ്റെ മക്കളിലൂടെ സാർ ഞങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുകയാണ്. താങ്ക് യു. അത് മാത്രം എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Respected dignitaries, especially today's eminent guest, നിഖിൽ ജി, സാജു, നിങ്ങളെ പെൻറ്റാഡിൻ്റെ ഒരു ബാനിൽ അറിയപ്പെടുന്ന സാജു, നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് നിഖിൽജിയെ കുറിച്ചിട്ട് ഇത്ര സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്, എന്താ പറയുക, കേട്ടാലും മതി വരാത്ത ഒരു സംഭാഷണം, എന്താ പറയുക, അതൊരു നമ്മളെ വേണു പറഞ്ഞ പോലെ അതിങ്ങനെ ഒരു ഒഴുക്കായിരുന്നു, സംഗീതം പോലെ ഒഴുക്ക്. അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കണമെന്നാണല്ലോ നമ്മൾ പിന്നെ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത്ര രസകരമായിരുന്നു. ഈ സമയം പോയതറിഞ്ഞില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു യാഥാർത്ഥ്യം, തന്നെ സ്വത്വം വെളിപ്പെടുത്താൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. നിങ്ങൾ ഡൈയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ സമൂഹം ജീവിക്കുന്നത് തന്നെ പ്രകടനപരതയിലാണ്. നേരത്തെ വേണു പറഞ്ഞ പോലെ ഈ നമ്മുടെ സമ്പാദ്യശീലം, നമ്മൾ നേരത്തെ കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരുപാട് മെച്ചങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ദാരിദ്ര്യം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സക്കാത്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ച വ്യക്തിയാണെങ്കിലെന്ന് തോന്നുന്നുണ്ട്. ഈ മാർക്കറ്റിലൊക്കെ എങ്ങനെയാണ് ഈ ഹലാലായിട്ടുള്ള സമ്പാദ്യം പിന്നെ നമുക്ക് സ്വരൂപിക്കാവുന്ന വിഷയത്തിലൊക്കെ എക്സ്പെർട്ടാണ്. ഏതായിരുന്നാലും നമ്മൾ കാസർഗോഡ് ഇങ്ങനെ ഒരു സെഷൻ കിട്ടാൻ വളരെ വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, का पता है दिल तेरा अंदेश तूफान से क्या, कश्ती भी तू, साहिल भी तू, मंजिल भी तू, आह किस तुझे आबाद रखती है तुझे, राह तुम, रहबर भी तुम, रहरूब भी तुम ज़माने में खुदा का आईन अय्याम है, तुम ज़माने में खुदा का आखिरी पैगाम है. അതായത് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചിട്ട് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മഹാനായ കവി പാടിയ ഒരു വരികളാണ്. നീ തന്നെയാണ് കൊടുങ്കാറ്റും, നീ തന്നെയാണ് കപ്പിത്താനും. അപ്പോൾ ഈ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഇപ്പോഴും ഉറച്ച ഒരു മനസ്സോട് ഉറച്ച വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് നീങ്ങാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട പിന്നെ ഈ ക്ലാസ് സംഘടിപ്പിച്ച എല്ലാവരോടും പിന്നെ ലയൻസ് മെമ്പർ എന്ന നിലക്കും എൻ്റെ ഫൗണ്ടർ ചാർട്ടർ സെക്രട്ടറി എന്ന നിലക്കും എനിക്കുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. നിങ്ങൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കും. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്യാൻ സ്വാഭാവികമായിട്ടും വളരെ കൂടുതൽ സാമൂഹികപരമായ ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്.
ബിസിനസ് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം നോക്കുന്ന ആ രീതിയിലൊരു വ്യക്തിയാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഏതായാലും ഇങ്ങനെ പോയാൽ നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റൂല. അത് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. റിട്ടയർമെൻ്റ് ഇല്ലാന്ന് മനസ്സിലായി. ബാക്കിൽ നിന്ന് ഷെരീഫ് കാപ്പിൽ പറയുന്നുണ്ട് ഞാനൊന്നും റിട്ടയർ ചെയ്യില്ല എന്ന്. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. റിട്ടയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ പറയാതിരിക്കുക പറ്റില്ല, കുറച്ച് മനസ്സമാധാനം കാര്യമായിട്ട് പോയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂരജ് ഡോക്ടറോടും പറഞ്ഞു എൻ്റെ മനസ്സമാധാനം മൊത്തം പോയിരുന്നു. പക്ഷെ എങ്കിലും വളരെ നല്ല ടിപ്സാണ്. എന്താ വെച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് തരികയാണ്. ഇതാണ് സംഭവം, ഇവിടെ അങ്ങനെ ഒരു ഫില്ല് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ച രീതി ഉണ്ടല്ലോ, വളരെ വളരെ നല്ല ഒരു അവതരണമായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്ന് 2-3 സ്പീക്കേഴ്സ് അതിനുശേഷം സംസാരിച്ച രാമേന്ദ്രൻ സാറ്, പിന്നെ സൂരജ് ഡോക്ടർ, വേണുഗോപാൽജി, ഇവർ പറഞ്ഞൊരു കാര്യം, ഇത് സ്കൂളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ സാമൂഹിക സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ ഞങ്ങളുടെ സംഘടന ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു തരുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുന്നു. അടുത്തത് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫൈനൽ റിമാർക്സാണ്. നമ്മുടെ കാസർഗോഡ് വന്ന് ആദ്യമായി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ച നിഖിൽ സാറിനെ ക്ഷണിക്കുകയാണ്. ഫൈനൽ റിമാർക്സ്. താങ്ക് യു. എനിക്കൊന്ന് താങ്ക് യു. എനിക്ക് ഈ അവസരം തന്നതിന് ഞാൻ മാമച്ചനെ പറഞ്ഞ അതേമാതിരി തന്നെ ഇവർ ഞാൻ കാസർഗോഡ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കല്യാണത്തിന് വന്ന ടൈമിൽ ഇവരെ കണ്ടിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞിങ്ങനെ ലയൻസ് ഉണ്ട്, BNI ഉണ്ട്, ഇവരെല്ലാവരും നന്നായിട്ട് ഒത്തിരി ഇങ്ങനത്തെ സെഷൻസ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വേറൊരു സെഷൻ കൂടി വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിങ്ങൾ ഈ ഒരു ചെറിയ ടൈമിലുള്ള ഇത്രയും ആൾക്കാരെ ഓർഗനൈസ് ചെയ്യാൻ ബിഗ് തിങ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് എനിക്കറിഞ്ഞൂടെ എത്രമാത്രം ഒരു ഗുണം ഇതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനെപ്പോഴും പല സ്ഥലങ്ങളിലും ചെന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ കേസ് ഞാനും എടുക്കുന്ന ഒരു കേസാണ്. ഞാനിപ്പോൾ ചില ടൈമിലൊക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിരുന്ന ടൈമിൽ ഏകദേശം ഒരു 7 വർഷം മുന്നേ അന്ന് എൻ്റെ വൈഫും ഞാനും കൂടി ഇരുന്നിട്ടാണ് വീഡിയോ ഒക്കെ പിടിച്ചിരുന്നത്. അപ്പോൾ വൈഫാണ് ക്യാമറ വുമൺ ആൻഡ് ഐ സ്പീക്ക് ആൻഡ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വേറെ പ്രൊഫഷണൽസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അന്നൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ എൻ്റെ വൈഫ് കുറച്ച് റൈറ്ററൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ പർപ്പസ് എന്ന് വെച്ചാൽ ആൾക്കാരുടെ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ഉന്നമനം ഉണ്ടാവണം, എല്ലാവരും പൈസനെ പറ്റിയിട്ട് ഇതുണ്ടാവണം, വളരെ നന്നാവണം. അപ്പോൾ ഒരു ലൈഫിൽ എല്ലാവർക്കും ഒരു ചേഞ്ച് വരണം, ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചില വീഡിയോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ വിചാരിച്ചിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും നന്നാവും, എന്താ പറയുക, ഇനി നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ വീഡിയോൻ്റെ വ്യൂസൊക്കെ നോക്കുമ്പോൾ ആകെ 10,000 പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കാതിരിക്കും. അവർ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് എല്ലാ ദിവസവും 1000 രൂപ കിട്ടും അല്ലെങ്കിൽ 3000 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1000 രൂപ ഈ കണ്ണൂർ കാസർഗോഡൊക്കെ ഇതിൻ്റെ സ്ഥലങ്ങളാണ്. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുമെന്ന് പറയും. അപ്പോൾ പല ആൾക്കാരും കൊണ്ട് കാശ് കൊണ്ട് കൊടുക്കും. കാരണം നമ്മുടെ നാട്ടിൽ കോഴിക്കോടും ഇവിടെ നിന്നൊക്കെ മലപ്പുറത്തൊക്കെ ചില ആൾക്കാരൊക്കെ 3000 കോടി ഒരു 300 കോടി രൂപയൊക്കെയാണ് ആൾക്കാർ കാശെടുത്തുകൊണ്ട് പോയിക്കുന്നത് സ്കാമിൽ. അങ്ങനെ പല ആൾക്കാരും ഇതിലൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 1000 രൂപ കിട്ടും, അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ് വീഡിയോയുടെ ടോപ്പിക്ക്. ഇത് ആൾക്കാർ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നത് 17-18 ലക്ഷം ഉണ്ട്, ഫേസ്ബുക്കിൽ എന്തോ 30 ലക്ഷം വ്യൂസ് ഉണ്ട്. ആൻഡ് അത് തന്നെ കുറേ ആൾക്കാർ കട്ട് ചെയ്തിട്ട് വേറെ പള്ളിയുള്ള ചാനലിലും ഇതിലെല്ലാം മുസ്ലിമാരെല്ലാവരും അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും ഓഫീസിൽ വിളിക്കും. എനിക്ക് തോന്നുന്നു 7 കൊല്ലം മുന്നേ 6 കൊല്ലം മുന്നേ ചെയ്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും ആൾക്കാർ വിളിച്ച് ചോദിക്കും അതെവിടെ കിട്ടാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞേക്കണത്. അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറ്റിക്കപ്പെടല്ലേ എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ എന്നാലും ആൾക്കാർ ചോദിക്കണം എന്നാലും അതെവിടെ കിട്ടുമെന്ന് പറയുന്നത് ഈ സാധനം. അപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫിനാൻഷ്യൽ സാക്ഷരത ഇല്ലാത്തൊരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും എൻ്റെ ഓഫീസിൽ വന്ന് ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ പറയും ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്നിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ചില ടൈം ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറയാം. അപ്പോൾ ആദ്യം ഒരു ക്ലയൻറ്റ് വന്ന്, അപ്പോൾ ആൾ വന്നിട്ട് ഖത്തറിലുള്ള ഒരു ക്ലയൻറ്റാണ്. അത് ഇപ്പോഴും വെരി ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അസ്. അപ്പോൾ ഞാൻ ആദ്യം പറയും നമ്മൾ ആണുങ്ങളുടെ കാര്യങ്ങളല്ലേ, അപ്പോൾ നമുക്ക് ഫിനാൻസൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മാത്രം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വൈഫും മക്കളായിട്ടൊക്കെ വന്നു എന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വന്നു.
എന്നെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ തന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമ്മൾ ആണുങ്ങൾക്ക് ഇരുന്ന് വർത്താനം പറയാം, ഭാര്യയ്ക്ക് പുറത്തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പുറത്ത് പോയിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഐ ഡിഡ്ന്റ് ചേഞ്ച് എനിത്തിങ്. അത് പിന്നെ എപ്പോഴും ഞാൻ പക്ഷേ ഇൻഡയറക്റ്റായിട്ട് എപ്പോഴും പറയും പാർട്ട്ണർഷിപ്പ് വേണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭാര്യ നോക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അങ്ങേരെ ഏൽപ്പിച്ചപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് ചെയ്യേണ്ടത് പൈസ കൈകാര്യം ചെയ്യണത്. ആൻഡ് ഷീ സോ മച്യൂർഡ്. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് 2 പിള്ളേരായിരുന്നു ആദ്യം ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എനിക്ക് 2 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് 40 വയസ്സായപ്പോഴാണ് എനിക്ക് കൊച്ച് രണ്ടാമതുണ്ടായത്. അപ്പോൾ ഐ തിങ്ക് ആൻഡ് മൈ ലുക്ക് ആൻഡ് ഓൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ചിലപ്പോൾ ആയിരിക്കും ഇങ്ങേർക്ക് ചെറിയ പിള്ളേരുണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ഇൻസ്പിറേഷൻ കാരണം ഈ ക്ലയൻറ്റിനും 3ാമതൊരു കുട്ടിയുണ്ടായി. അപ്പോൾ കുട്ടിയുണ്ടായ ടൈമിൽ വൈഫ് ചോദിച്ചു, അയ്യോ ഇത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം നിഖിലിനെ കൊണ്ട് ആവാന്നുണ്ട് നമുക്കും പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ആൾക്കാർക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ പൈസ മാത്രമല്ല ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നത്. ഇനി 2ാമതൊരു 3ാമതൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പേടിയുണ്ടാവും, ഇനി 3ാമത് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ ആര് കൊടുക്കുന്നുള്ളത്. ഇതിനെല്ലാത്തിനുള്ള വഴിയാണ് ഈ മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇഫ് യു ഡു ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വറി എനിത്തിങ്, യു ക്യാൻ ലീഡ് യുവർ ലൈഫ് ആസ് ദ വേ യു വാണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കും. എനിക്ക് ആകെ ഒരു കാര്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ ഇപ്പോൾ പലരും ഇങ്ങനെ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞ് ഞാനിത് കേൾക്കണതൊക്കെ വളരെ സന്തോഷത്തോടെ കേട്ടുപോകും. ഇതൊന്നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറഞ്ഞ് വളരെ റെസ്പെക്റ്റോടെ ഉണ്ട് കേൾക്കണം. പക്ഷേ എന്നാലും ഞാനിതല്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ കാസർഗോഡ് ഇനിയും വരും, അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് വരും. ആ സമയത്ത് എന്നെ നിങ്ങൾ കാണും. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ ഇത് കേട്ടിട്ട് നിങ്ങളുടെ ബാങ്കിൽ എത്ര ബാലൻസ് കൂടി എന്നുള്ളത്. ഇഫ് യു ക്യാൻ ടെൽ മി ദാറ്റ് ഐ വിൽ ബി ഹാപ്പി. ഇതൊറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരു 3 കൊല്ലം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്നിട്ട് പറയും 3 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ളത്. അന്ന് മാത്രമേ ഈ 1 അവർ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയതിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയതിനും ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ഇത്രേ ഉള്ളൂ, പ്ലീസ് ഡു സംതിങ് അബൌട്ട് വാട്ട് വി സ്പോക്ക് ടുഡേ. താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാം പരിസമാപ്തിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അധ്യക്ഷൻ എന്ന രീതിയിൽ ഒരാളുടെ പ്രവർത്തനം ഈ പരിപാടിയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ OK മുഹമ്മദ് അദ്ദേഹം കാണിച്ച ഒരു ഹാർഡ് വർക്ക്, അദ്ദേഹം ഒന്ന് എഴുന്നേൽക്കുക ജസ്റ്റ്. അദ്ദേഹത്തിന് ഒരു കൈയടി. ഈ പ്രോഗ്രാം ഇത്രമാത്രം ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മുൻകൈയെടുത്ത അതിന് അക്ഷീണം പ്രയത്നിച്ച വ്യക്തി എന്ന രീതിയിൽ അധ്യക്ഷൻ എന്ന രീതിയിൽ അഭിനന്ദിക്കുന്നു. അവസാനമായി നമ്മുടെ നന്ദി പ്രകടനമാണ്. സർ, ഞങ്ങളുടെ ഒക്കെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ലൊരു പരിഹാരം നൽകുന്ന ഒരു വ്യക്തിയാണ്. കാസർഗോഡ് തന്നെ അറിയപ്പെടുന്ന ഒരു ടാക്സ് കൺസൾട്ടൻ്റ് കൂടിയാണ്. അദ്ദേഹത്തെ തന്നെ ഈ വിഷയം പ്രോഗ്രാമിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? വളരെ ഗംഭീരമായിരുന്നെങ്കിൽ ഒരു നല്ലൊരു കൈയടി നമ്മുടെ ഫാക്കൽറ്റി കൊടുക്കും. എന്തൊരു അത്ഭുതമാണ് നമ്മളെ ഫാക്കൽറ്റി. കാരണം ഇത്ര വലിയ ടോപ്പിക്ക് വളരെ സിമ്പിളായി, അല്ലെങ്കിൽ ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലും ഉള്ള ഇൻസിഡൻറ്റുകൾ വെച്ചുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതമായ കഴിവാണ്. കാരണം ഇങ്ങനെയുള്ള ടോപ്പിക് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത് വലിയ രീതിയിലുള്ള കണക്കുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാറാണ് പതിവ്. അങ്ങനെയാണ് നമ്മളൊക്കെ പല ക്ലാസ്സുകളിലും ഇതുവരെ കണ്ടുവന്നത്. വലിയ വലിയ കണക്കുകൾ ബോർഡുകളിൽ എഴുതുകയും അത് നമ്മളോട് അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ, അദ്ദേഹത്തിൻ്റെ കഴിവ് കാണിക്കാനുള്ളൊരു സമർത്ഥിക്കാനുള്ള സാഹചര്യമാണ് എല്ലാവരും ഇങ്ങനെയുള്ള ഫാക്കൽറ്റികൾ ഒതുക്കാറ്. പക്ഷേ ഇദ്ദേഹം ഇവിടെ കാണിച്ചത് അതല്ല. നമ്മൾക്ക് റിയലായിട്ട് എങ്ങനെ ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് കാണിച്ചു തന്നു. അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ കർത്തവ്യം നന്ദി അറിയിക്കലാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും നല്ല ക്ലാസ് തന്ന നമ്മളെ ഫാക്കൽറ്റി നിഖിൽ ഗോപാലകൃഷ്ണൻ സാറിന് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ശ്യാം പ്രസാദ്, NMCC പ്രസിഡന്റ് കാസർഗോഡ്, അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്വാഗതം ആശംസിച്ച CL അബ്ദുൽ റഷീദ്, ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രഗിരിയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ
ആശംസ അറിയിച്ച BNI കാലിബർ ചാപ്റ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് കിരൺ ശർമ്മ വൈജിക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ ഇവിടെ പരിപാടി സംഘടിപ്പിച്ച BNI കാലിബർ ചാപ്റ്റർ, ലയൺസ് ക്ലബ്ബ് ഓഫ് ചന്ദ്രഗിരി, NMCC ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇവിടെ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ മാഷ് എന്നറിയപ്പെടുന്ന വേണുഗോപാൽ മാഷ് എല്ലാവരുടെയും മാഷാണ്. നമ്മൾക്ക് ഇവിടെ ആര് കണ്ടാലും അദ്ദേഹത്തെ മാഷ് എന്നാ വിളിക്കുക, വേണുവേട്ടൻ എന്നാണെന്നല്ല, മാഷ് എന്നാ വിളിക്കുക. അങ്ങനെയുള്ള നമ്മളെ വേണു മാഷിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരുന്ന RK മാൾ അതുപോലെയുള്ള ആരെങ്കിലും അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് ഓക്കച്ചയാണ്. ഇതിൻ്റെ പ്രോഗ്രാം ചെയർമാൻ എന്നുള്ള രീതിയിൽ ഇതിന് എല്ലാ രീതിയിലും ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ഓക്കച്ചാക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.